ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഏട്ടത്തി അവസാന ഭാഗം. തന്ത ആദ്യം ചത്തു. തള്ളയെ കൊന്നിട്ട് അവനും ചത്തു. സ്വന്തം വീടിന് മുമ്പിൽ വെച്ച് അതിദാരുണമാവിധം മരിച്ചു വീണിട്ട് ഓടി വന്നത് നോക്കാൻ അവൻ്റെതായ ആരും ആ വീട്ടിൽ ശേഷിച്ചിരിപ്പില്ലല്ലോ. മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് അബിയുടെ ബോഡി എടുത്തത്. അവിടെ അവന്റെ ബാക്കി ബന്ധുക്കളുമുണ്ട്. ഒരാൾ ഇനിയും ബോധം തെളിയാതെ ഐസിയുലാണ്. ജിമ്മി. വെളിയിൽ എപ്പോഴും കുഞ്ഞന്നാമ്മയും ലിസിയും കുട്ടിയുണ്ട്. എന്റെ പൊന്നു മോനെ. വിവരമറിഞ്ഞത് കുഞ്ഞന്നാമ്മ അലമുറയോടെ ഓടി വന്നു. സ്ട്രെച്ചറിൽ അനക്കമറ്റ് കിടക്കുന്ന കൊച്ചുമോന്റെ ചോരയിൽ കുതിർന്ന ശരീരം വാരിയെടുക്കാൻ തുനിഞ്ഞുകൊണ്ടവർ വലിയ വായിൽ നിലവിളിച്ചു. ഇതിനാണോടാ നീ വീട് വിട്ടു പോയത്? ഞങ്ങൾ എവിടെയെല്ലാം നിന്നെ തേടിയടാ കുഞ്ഞെ. ഇതുപോലെ തിരിച്ചു വരാനായിരുന്നോടാ നീ ഇവിടുന്ന് ഓടിപ്പോയത്? കുഞ്ഞന്നാമ്മ മേൽപോട്ട് കൈകൾ ഉയർത്തി അലറിക്കരഞ്ഞു. എന്റെ റോയ് മോനെ, നീ നിന്റെ മോനെയും കൂടങ്ങ് വിളിച്ചോണ്ട് പോയല്ലോടാ. ഇനി ഞാൻ എന്നാ ചെയ്യുവോ എന്റെ ഈശ്വര. അവർ തളർന്ന് താഴേക്ക് കുത്തിയിരുന്നു. ലിസിയും അബിയുടെ നിശ്ചലമായ ശരീരം കണ്ട് കണ്ണീരൊഴുക്കി. അംബുജാക്ഷനും സോമനും രംഗം കണ്ടപ്പോൾ വിഷമം തോന്നി. തങ്ങളുടെ നേരിയ ശ്രദ്ധക്കുറവാണോ അവൻ ഓടാനും ഈ ദാരുണ അന്ത്യത്തിലെത്താനും കാരണം എന്നവർക്ക് സന്ദേഹം തോന്നി. അബിയുടെ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ചെയ്യണം. പിന്നെ ആരെങ്കിലും ഏറ്റുവാങ്ങാനുണ്ടെങ്കിൽ സംസ്കരിക്കണം. അതിന് പക്ഷേ ആരിയ്ക്കുന്നു? ആ ഒരു സങ്കടവും പേറിയാണ് അംബുജാക്ഷൻ ചെറിയിടത്തെത്തിയത്. ജ്യോതി കടയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഭാമയും കാർത്തിയും കൂടി കടയിലേക്കുള്ള പലഹാരം ഉണ്ടാക്കാൻ ആരംഭിച്ചിരുന്നു. അബിയുടെ ദാരുണമായ അന്ത്യം ഭാമയ്ക്ക് ശക്തമായൊരു ഷോക്കായിരുന്നു. സ്കൂളിന്റെ പരിസരത്ത് വെച്ച് താൻ അവനെ കാണാൻ പോയതോർത്തു. ലിസിയുടെ അടികൊണ്ട് തിണർത്ത ശരീരവും ക്ഷീണിച്ച മുഖവും വിശപ്പിന്റെ ആർത്തി നിറഞ്ഞ കണ്ണുകളും മറക്കാനാവുന്നില്ല. പിന്നീട് അവനെ 2 തവണ കണ്ടപ്പോഴും ആ കുഞ്ഞു മുഖവും കണ്ണുകളും തനിക്ക് മുമ്പിൽ തിളങ്ങിയിരുന്നു. ഈ ചെറുപ്രായത്തിൽ അവൻ എന്തൊക്കെ അനുഭവിച്ചു. ഒളിച്ചോടിപ്പോയി, പട്ടിണി കിടന്നു, മറ്റുള്ളവരുടെ തല്ലുകൊണ്ടു ലോക്കപ്പിൽ കിടന്നു. പാവം കുഞ്ഞ്. എല്ലാം മധുവേട്ടൻ കാരണോ? ഭാമ പറഞ്ഞു. ഇതാ അപ്പം നന്നായേ. അവൻ എന്നാ പിടിച്ചു? കാർത്തിക്ക്. ഭാമ പറഞ്ഞത് തീരെ ഇഷ്ടമായില്ല. മുട്ടേന്ന് വിരിഞ്ഞതേ ഉള്ളൂ. തള്ളയെ കൊന്നതും പോരാഞ്ഞിട്ട് ആ കുറ്റം എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ച് അവന് ഭ്രാന്തനാക്കിയ ഗജപോക്കിരിയാണ് ചെക്കൻ. അവന്റെ തലയിൽ ഇടുത്തി വീഴാനാണ് ഞാൻ ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചത്. അമ്മ ഇത്രയ്ക്ക് ക്രൂരമായി സംസാരിക്കല്ലമ്മേ, ഭാമ പറഞ്ഞു. ഒരല്ലലുമില്ലാതെ ആ അമ്മയും മോനും കഴിഞ്ഞിരുന്നത് ആ വീട്ടിൽ. സൂസന്ന വിധവയായതുകൊണ്ട് ആ ലാക്ക് നോക്കി അവിടെ ചെന്നതാണ് മധുവേട്ടൻ. ആ സ്ത്രീയുടെ ദൗർബല്യം മുതലെടുത്തു. ഇന്ന് ആ സ്ത്രീയും മകനും ഇല്ല. ആ വീട് പോലും അനാഥമായി. അമ്മയുടെ മകന് അതിലൊരു പങ്കുമില്ലെന്നാണോ പറയുന്നത്? എടി, ആമ്പിള്ളാരായാൽ അങ്ങനെ. കാർത്തി ന്യായീകരിച്ചു. ഇളിച്ചോണ്ട് നിന്നാൽ അവര് കയറി പുറത്തുനിന്ന് വരും. പെണ്ണുങ്ങൾ അത് കണ്ട് അടങ്ങി ഒതുങ്ങി നിന്നോണം. അതാ വേണ്ടത്. കൊള്ളാം, വളരെ നന്നായി. അമ്മയുടെ ന്യായം. അമ്മയുടെ ചുണയുള്ള ആൺമകൻ ഇപ്പോഴെവിടെ? അംബുജാക്ഷൻ ചോദിച്ചു. ചുമ്മാതെ കയറി പൊറുക്കാൻ പോയാൽ അനുഭവം ഇങ്ങനെയും കിട്ടും, മനസ്സിലായോ? കാർത്തിക് ഉത്തരം മുട്ടിപ്പോയി. എനിക്ക് സങ്കടം ആ കുട്ടിയെ ഓർത്തിട്ടാണ്. പാവം, അതിനെ ചതിക്കാൻ ഞാനിവിടെ കൂട്ടു നിന്നല്ലോന്നാ. ഭാമയ്ക്ക് അത്യധികം സങ്കടം തോന്നി. ഇങ്ങനൊരു അന്ത്യം നമ്മളും പ്രതീക്ഷിച്ചതല്ലോ ഭാമേ. അംബുജാക്ഷനും അക്കാര്യത്തിൽ വിഷമമുണ്ട്. ആ ജിമ്മിയുടെ നില എന്തായി ചേട്ടാ? ഭാമ കണ്ണുകൾ തുടച്ച് അംബുജാക്ഷനെ നോക്കി. ഇപ്പോഴും ബോധം വീണിട്ടില്ല. അപ്പോൾ ഇനി മധുവേട്ടന്റെ കാര്യം പ്രശ്നമാവുമോ? കോടതിയിൽ ഹാജരാക്കട്ടെ. ഭാമയുടെ മുഖത്ത് ആശങ്ക നിഴലിച്ചു. ഏറ്റവും പ്രധാനം ജിമ്മിയുടെ അവസ്ഥയാണ്. അത് മോശമായാൽ. അംബുജാക്ഷൻ ഒന്ന് നിർത്തി. ഭാമ കൂടുതൽ ഭയത്തോടെ അയാളെ നോക്കി. പിന്നെ കാർത്തിയെയും. അവരുടെ മുഖവും വിളറിയിരുന്നു. അന്ന് രാത്രിയായിട്ടും പുലർന്നിട്ടും ജിമ്മിക്ക് ബോധം വീണില്ല. അയാളുടെ നില അങ്ങനെ ആശങ്കാജനകമായി തന്നെ തുടർന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ഡോക്ടർമാർ ഒരു ഉറപ്പും പറയുന്നില്ല. അബിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തു കിട്ടിയെങ്കിലും മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. അബിയുടെ വീട്ടിലെ കിണറ്റിൽ SI ജയറാം ആളെ ഇറക്കി ശരിയായിട്ട് തപ്പി നോക്കി. അബി പറഞ്ഞത് ശരിയായിരുന്നു. അതിനുള്ളിൽ കടാരി പോലൊരു കറിക്കത്തി ഉണ്ടായിരുന്നു. ആ കത്തി കൊണ്ടുള്ള മുറിവ് തന്നെയാണ് സൂസനയുടെ കഴുത്തിൽ കണ്ടതെന്ന് പരിശോധനാ റിപ്പോർട്ട് വന്നതോടെ മരിച്ചുപോയ അബി തന്നെയാണ് കൊലയാളിയെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. മധു നിരപരാധി. പക്ഷേ ഇപ്പോഴയാൾക്ക് കസ്റ്റഡിയിലിരിക്കുന്നത് മറ്റൊരാളെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ്. അയാളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി. ഡോക്ടർ പോൾ ബാബു മധുവിന്റെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചും ഇപ്പോൾ അയാളുടെ നില എന്തെന്ന് നൽകിയിരുന്ന റിപ്പോർട്ട് കോടതി പരിശോധിച്ചു. മധുവിന്റെ രോഗാവസ്ഥ ഏതാണ്ട് 75% ശമനം വന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ സ്വബോധത്തോടെ ചിന്തിക്കാനും
പ്രവർത്തിക്കാനുമുള്ള കഴിവ് ഇപ്പോഴും ആയിട്ടില്ല എന്ന് തന്നെയാണ്. അംബുജാക്ഷനും ഭാമയും കൂടി പ്രത്യേകം ഡോക്ടർ പോൾ ബാബുവിനെ കണ്ട് സങ്കടം പറഞ്ഞ് എഴുതിച്ച റിപ്പോർട്ടാണത്. ഭാമയുടെ കണ്ണീരും യാചനയുമാണ് ഡോക്ടറുടെ മനസ്സലിവുണ്ടാക്കിയത്. ഒരു കുടുംബത്തിന്റെ ഏക താങ്ങും തണലുമാണ്. രക്ഷിക്കണേ ഡോക്ടർ. ഭാമ കൂപ്പുകൈകളോടെ നിന്നു. ഡോക്ടർക്ക് ആ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സ്വബോധത്തോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ഇപ്പോഴും ആയിട്ടില്ല എന്ന റിപ്പോർട്ട് മധുവിന് തുണയായി. അയാളുടെ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കിയിട്ട് വിചാരണ തുടങ്ങാം. അതായിരുന്നു കോടതി വിധി. മധു വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെട്ടു. ഇത്തവണ മധു രക്ഷപ്പെടാതിരിക്കാൻ സെല്ലിന്റെ മുമ്പിൽ പ്രത്യേകമായ ഒരാളെ സെക്യൂരിറ്റിക്ക് ഡ്യൂട്ടി കിട്ടും. കടയിലേക്കുള്ള പലഹാരം ഉണ്ടാക്കി അവിടെ എത്തിച്ചതിനു ശേഷം ഭാമ മധുവിനുള്ള ആഹാരവുമായി പുറപ്പെട്ടു ഹോസ്പിറ്റലിലേക്ക്. ഭാമ ആദ്യം പോയത് ജിമ്മി കിടക്കുന്ന ഐസിയുന്റെ അടുത്തേക്കാണ്. അയാൾ മരിച്ചാൽ തീർച്ച കൊലക്കൊറ്റം മധുവിന്റെ ചുമലിൽ തന്നെ വീണത് തന്നെ. ഏത് നിമിഷവും അതാണ് ഭാമയുടെ ഭയം. നിലവിലുള്ള ജോലിയെയും സർവീസിനെയും ഒക്കെ അത് ബാധിക്കും. ഭാമ ഡോക്ടർ അലോഷ്യസിനെ കാത്തുനിന്ന് കണ്ടു. ഭാമയെ കണ്ടതും ഡോക്ടർക്ക് അവളെ മനസ്സിലായി. അയാൾക്ക് ബോധം വീണ് കേട്ടോ. സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മറ്റു ടെസ്റ്റുകളിൽ തൽക്കാല അപകടകരമായി ഒന്നും കാണുന്നില്ല. ഭാമ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഡോക്ടർക്ക് 100 പുണ്യം കിട്ടും ഡോക്ടർ, അവൾ പറഞ്ഞുപോയി. അയാളുടെ വൈഫ് പുറത്തുണ്ട്. അവർ പറഞ്ഞത് ഇത് തന്നെയാണ്. ഡോക്ടർ അലോഷ്യസ് പുഞ്ചിരിച്ചു. അവരുടെ ഭർത്താവ് രക്ഷപ്പെടേണ്ടത് നിങ്ങളുടെ ഭർത്താവിന്റെ രക്ഷയ്ക്ക് ആവശ്യമാണല്ലോ. അതെ ഡോക്ടർ. അതുകൊണ്ട് നിങ്ങളും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ഉവ്വ് ഡോക്ടർ. ഇരുവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് കരുതിയാൽ മതി. ഭാമയ്ക്ക് കണ്ണുകളൊന്ന് തുളുമ്പി. അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. അവൾ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് സഞ്ചിയിലേക്ക് നോക്കി. ചോറ്റുപാത്രമാണ്. ഇതിനുള്ളിൽ ചോറും മധുവേട്ടന് ഇഷ്ടപ്പെട്ട അവിയലും തീയലും മീൻ പൊരിച്ചതുമുണ്ട്. ഭാമ ഉത്സാഹത്തോടെ മധു കിടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. രോഗം താരതമ്യേന കുറഞ്ഞ രോഗികൾ അവിടായി നിൽക്കുന്നു, ഇരിക്കുന്നു. അവർ ഭാമയെ കണ്ടപ്പോൾ വെറുതെ ചിരിച്ചു. സംസാരിക്കാൻ ശ്രമിച്ചു. ഭാമയുടെ മനസ്സ് പ്രഫുല്ലമായിരുന്നു. ആകെ ഒരു സന്തോഷം. മധുവിന്റെ സെല്ലിന് മുമ്പിലെ സെക്യൂരിറ്റിയോട് അവൾ സംസാരിച്ചു. അയാൾ വാതിൽ തുറന്നു കൊടുത്തു. വിശപ്പായിട്ടുണ്ടാവും അല്ലേ മധുവേട്ടാ? അവൾ അയാൾക്കരികിലെത്തി. മുറിയിലെ ഇരുമ്പ് കട്ടിലിൽ വിരിച്ച ക്യാൻവാസ് ഷീറ്റിൽ കിടക്കുകയായിരുന്നു മധു. ഭാമ അടുത്തെത്തിയതും അയാൾ ചാടി എണീറ്റു. എന്നിട്ട് അവളുടെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് സഞ്ചി പിടിച്ചെടുത്തു. എടി! ശക്തമായ ദേഷ്യത്തോടെ ഒരലർച്ച. ശത്രുവിനെ നേരിടുന്ന പകയോടെ അടുത്ത നിമിഷം ആ സഞ്ചി ചുഴറ്റിക്കറക്കി ഒറ്റയടി ഭാമയുടെ തലയിലേക്ക്. ചോറ് നിറഞ്ഞ പാത്രം ആഞ്ഞു പതിച്ചു. അവളുടെ തലയോട്ടി പൊട്ടി ചോര കുതിച്ചൊഴുകി. എടാ! പുറത്തു നിന്ന സെക്യൂരിറ്റി ഗാർഡ് കണ്ടു മധുവിന്റെ ആ പ്രയോഗം. അയാളൊന്ന് വിസിലടിച്ചു. എന്നിട്ടകത്തേക്ക് പാഞ്ഞു ചെന്ന് മധുവിനെ പിടികൂടി. അയാളുടെ വിസിൽ ശബ്ദം കേട്ട് വാർഡിലുണ്ടായിരുന്ന 2 അറ്റൻഡർമാർ കൂടി പാഞ്ഞു വന്നു. സെക്യൂരിറ്റിയുടെ കയ്യിലിരുന്ന് കുതിർന്ന മധുവിനെ അവരും പിടികൂടി. നെറ്റിക്ക് മുകളിൽ ചോര പൊട്ടി ഒഴുകുന്നുണ്ട്. എങ്കിലും ഭാമ അവരെ തടയാൻ നോക്കി. വേണ്ട വേണ്ട, മധുവേട്ടനെ പിടിക്കണ്ട, ഇത് സാരമില്ല, അവൾ പറഞ്ഞു. അപ്പുറത്തു നിന്നും അപ്പോഴേക്കും പാഞ്ഞു വന്നിരുന്ന 2 സ്ത്രീ ഹെൽപ്പേഴ്സും ഒരു സിസ്റ്ററും ഭാമയെ പിടിച്ചു. വരൂ, വല്ലാതെ രക്തം പോകുന്നു, മുറിവ് നോക്കട്ടെ. ഭാമയ്ക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. നീറ്റലുമുണ്ട്. എങ്കിലും മധുവിന്റെ ഒപ്പം നിൽക്കാനാണ് അവൾ ശ്രമിച്ചത്. പക്ഷേ സിസ്റ്റർ അവളെ പുറത്തേക്ക് നയിച്ചു. ഹെൽപ്പർമാരും സഹായിച്ചു. അകത്തപ്പോൾ അവൾ ബഹളം കേട്ടു. അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ, ഭാമ കേണു. ഒന്നും ചെയ്യല്ലേന്ന് അറ്റൻഡർ ജോൺ മുറുമുറുത്തു. ഇവനെ തഞ്ചത്തിലൊന്ന് കയ്യിൽ കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. 2 എല്ല് കൂടുതലാണ് ഇവന്. അതിങ്ങ് ചവിട്ടിപ്പറിച്ചെടുത്താൽ ഇവന്റെ രോഗം തീരും. ജോൺ മധുവിന്റെ കവിള താഞ്ഞടിച്ചു. എന്റെ ദേഹത്ത് തൊടരുത്, മധു അലറി. ഇല്ലടാ, തൊടുകയല്ല ഞാൻ. എന്നെ വെട്ടിലാക്കിയച്ചാ കഴിഞ്ഞ ദിവസം നീ മുങ്ങിയത്. ഈ ഹോസ്പിറ്റലിൽ സർവരുടെയും ചീത്തയും തെറിയും ഞാൻ കേട്ടു. ഞാൻ നോക്കാഞ്ഞിട്ടാണെന്ന്. ആണോടാ? ജോൺ തന്റെ കൈത്തരിപ്പ് ഒരിക്കൽ കൂടി തീർത്തു. എടാ! മധുവും കൈവീശി. പക്ഷേ അവന്റെ കയ്യിൽ മറ്റുള്ളവർ പിടികൂടി. മധു ശക്തമായി കുതറി. കൈ പിന്നിലേക്ക് തിരിച്ചു പിടിച്ചു. പിന്നെ ഒരു നല്ല പ്രയോഗം തന്നെയായിരുന്നു. നിന്റെ ഭ്രാന്ത് ഞങ്ങൾ ഇപ്പൊ തീർക്കാമടാ. സിസ്റ്റർമാരാരോ ഓടിച്ചെന്ന് ഡോക്ടർമാരെ വിളിച്ചു. ഡോക്ടർ പോൾ ബാബു സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ യൂണിറ്റിലുള്ള ഡോക്ടർ രാജേന്ദ്രനാണ് എത്തിയത്. എന്താ പ്രശ്നം? ഇവൻ ഇത്തിരി കൂടുതലാണ് സാറേ, ജോൺ പറഞ്ഞു. ഇവനല്ലേ കഴിഞ്ഞ ദിവസം ഓടിപ്പോയവൻ? ഓടിച്ചെന്ന് ഒരുത്തന്റെ തലക്കടിച്ചവനാ സാറേ കൊല്ലാൻ. ഇപ്പോൾ ഇവന്റെ ഭാര്യ ആഹാരം കൊണ്ടുവന്നപ്പോൾ ആ പാത്രം വെച്ച് അവരുടെയും തലക്കടിച്ചു. ഇവൻ റിപ്പറിന്റെ അനിയനാണെന്ന് തോന്നുന്നു. വല്ലാത്ത തലക്കടി പ്രയോഗം. നേരാണ് സാർ, ഇവൻ വല്ലാതെ വയലന്റ് ആണ്.
പേടിച്ചിട്ടെങ്ങനെ ഇനി സിസ്റ്റർമാർ ഇവന്റെ അടുത്ത് വരും? സെക്യൂരിറ്റി അറിയിച്ചു. ഡോക്ടർ രാജേന്ദ്രൻ അമർത്തിയൊന്ന് മൂളി. മധുവിനെ തറച്ചൊന്ന് നോക്കി. സിസ്റ്റർ ഷോഫ ഭാമയുടെ തലയിലേറ്റ മുറിവ് ഡ്രസ് ചെയ്തു. ഇഞ്ചക്ഷന് നൽകി. ചില മരുന്നുകൾക്ക് കുറിച്ചു കൊടുത്തു. ഭാമ അതുമായി തിരികെ വരുമ്പോൾ മധു കിടക്കുന്ന സെല്ലിന് മുമ്പിലെത്തി. അടച്ചിരിക്കുകയാണത്. മധു അകത്ത് കട്ടിൽമേൽ കിടക്കുന്നു. അയാൾക്ക് ഷോക്ക് കൊടുത്ത് കിടത്തിയിരിക്കുക. നിങ്ങൾ ഇനി കയറി കാണണ്ട, നാളെ വന്നാ മതി, സെക്യൂരിറ്റി പറഞ്ഞു. ഭാമ ഞെട്ടിപ്പോയി. ഷോക്ക് കൊടുത്തോ? എന്തിന്? കാണുന്നവരുടെയൊക്കെ തലയിട്ടിട്ട് അടിക്കലല്ലേ അയാളുടെ പണി. ഇവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നവരുടെയൊക്കെ തലയടിച്ചു പൊട്ടിച്ചാലോ? പുതിയൊരു റിപ്പർ ഇനി ഉണ്ടാകണ്ടെന്നും പറഞ്ഞ ഡോക്ടർ ഷോക്കിനെ കുറിച്ചത്. ഇനിയിപ്പോ ആ ബഹളങ്ങളൊക്കെ ഒന്ന് അടങ്ങിക്കോളും. ഭാമ തളർന്നുപോയി. ജിമ്മിയുടെ തലക്കടിച്ചു, തന്റെ തലക്കടിച്ചു. ഭാമയ്ക്ക് നല്ല ഉറപ്പാണ് രണ്ടും സുബോധത്തോടെയാണ് എന്നത്. ഞാൻ തിരിച്ചു വരും, അന്ന് നിന്റെ അവസാനമാണ് എന്ന് വെല്ലുവിളിച്ചിട്ടാണ് അന്ന് മധുവേട്ടൻ പോലീസിനോടൊപ്പം പോയത്. ആ അവസാനം ഇന്നാക്കാനാവും മധുവേട്ടൻ ശ്രമിച്ചത്. ഈ ആക്രമണം തനിക്ക് നേരെ മാത്രമേ ഉണ്ടാവൂ. പക്ഷെ കാണുന്നവർ അങ്ങനെ ധരിക്കില്ലല്ലോ. ആൾ വയലന്റായി എന്നാവും ധരിച്ചിരിക്കുക. ഭാമ അത്യന്തം സങ്കടത്തോടെ മടങ്ങി. തലയിൽ വട്ടക്കെട്ടുമായി കടയ്ക്കുള്ളിലേക്ക് കയറി വന്ന ഭാമയെ കണ്ടപ്പോൾ ജ്യോതി അന്താളിച്ചു. എന്തു പറ്റി ഭാമേട്ടത്തി? കൊല്ലുമെന്നല്ലേ പറഞ്ഞത്? അതിന് കഴിഞ്ഞില്ല, ഇതിലൊതുക്കി. ഭാമയുടെ ശബ്ദം താഴ്ന്നു. മധുവേട്ടൻ? ജ്യോതി സംശയത്തോടെ വിരൽ ചൂണ്ടി. ആ ദേഷ്യവും മനസ്സിൽ വെച്ചാണോ മധുവേട്ട ഹോസ്പിറ്റലിൽ കഴിയുന്നത്? ജ്യോതി അമ്പരന്നു പോയി. അതെ, ഭാമ പറഞ്ഞു. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും മധുവേട്ടൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ജ്യോതി സങ്കടത്തോടെ പറഞ്ഞു. മധുവേട്ടന്റെ ഏറ്റവും വലിയ പരാജയം അതുതന്നെയാണ്. ഭാമ മറുപടി പറഞ്ഞില്ല. അവളുടെ ഭയം മറ്റൊന്നായിരുന്നു. രോഗം പുറത്ത ആളിന് ഷോക്ക് കൊടുത്തത് ഗുണകരമായിരിക്കുമോ ദോഷകരമായി തീരുമോ? 3-ാം ദിവസം ജിമ്മിയെ വാർഡിലേക്ക് മാറ്റി. 8-ാം ദിവസം ജിമ്മി ഡോക്ടറോട് ചോദിച്ച് ഡിസ്ചാർജ് വാങ്ങി. തലയിലെ മുറിവ് ഭേദമായിട്ടില്ല, ബാൻഡേജ് വഴിച്ചില്ല. എന്നാലും ജിമ്മിക്ക് പോയേ പറ്റൂ. കാരണം 7 ദിവസമായി അയാൾ ചെല്ലുന്നതും കാത്ത് ഒരു കുഞ്ഞു മൃതശരീരം മോർച്ചറിയിൽ ഇരിക്കുകയാണ്. അബിയുടെ ശരീരം. ഡിസ്ചാർജ് വാങ്ങിയ ജിമ്മി ആംബുലൻസിൽ ആ കുഞ്ഞു ശരീരവുമായി തകരക്കിലെത്തി. കുഞ്ഞന്നാമയും ലിസിയും ഒക്കെ അവനോടൊപ്പം ഉണ്ടായിരുന്നു. വിവരം മറ്റു ബന്ധുക്കളെ നേരത്തെ അറിയിച്ചതിനാൽ തകരയ്ക്കൽ ആളുകൾ കൂടിയിരുന്നു. മുറ്റത്തൊരു പന്തലിട്ടിരുന്നു. പന്തലിനുള്ളിൽ ഒരു കട്ടിലിട്ടു. അതിൽ അബിയുടെ ശരീരം വെച്ചിരുന്ന പെട്ടി വെച്ചു. തലയ്ക്കൽ കുരിശും വെച്ചു. മെഴുകുതിരി കത്തിച്ചു. കുന്തിരിക്ക പുകച്ചു. അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാ ഗാനം മുഴങ്ങി. അംബുജാക്ഷം പറഞ്ഞാണ് അബിയുടെ ശവസംസ്കാര വാർത്ത ഭാമ അറിഞ്ഞത്. എനിക്ക് അബിയുടെ ശരീരം ഒന്ന് കാണണം ചേട്ടാ, ഭാമ പറഞ്ഞു. കാണണമെങ്കിൽ അവിടെ പോകണ്ടേ? പോകണം. അവിടെ പോകണോ? അവിടെ ഉള്ളവർക്കെല്ലാം എല്ലാം അറിയാവുന്നതല്ലേ? ഭാമ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കണോ? മധുവേട്ടനും ഞാനും കൂടിയാണ് ആ കുഞ്ഞിനെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. 2 കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ ഞാൻ. അബിയുടെ മൃതശരീരത്തിന് മുമ്പിൽ നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ദൈവം പോർക്കുമോ ചേട്ടാ? അംബുജാക്ഷൻ ഒന്ന് ആലോചിച്ചു. ശരി, ഭാമ തനിയെ പോണ്ട, ഞാനും കൂടി വരാം. അത് വേണോ എന്ന് ഭാമ നോക്കി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? പിന്നെ ഭാമ എതിർത്തില്ല. അംബുജാക്ഷനും ഭാമയും ചെല്ലുമ്പോൾ അബിയുടെ ശരീരം പള്ളിയിലേക്ക് എടുക്കുകയായിരുന്നു. വീട്ടുമുറ്റത്തുനിന്നും പൊട്ടിച്ച് കയ്യിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് പനിനീർ പുഷ്പങ്ങൾ ഭാമ അബിയുടെ ശരീരത്തിന് മുകളിൽ വെച്ചു. കണ്ണടച്ച് ഒരു നിമിഷം നിന്നു. മധുവേട്ടന് മാപ്പേകണ ഈശ്വര, ഭാമ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചുപോയി. ജിമ്മി കണ്ടു ഭാമയെ. കുഞ്ഞന്നാമയും ലിസിയും കണ്ടു. അംബുജാക്ഷം പ്രതീക്ഷിച്ചതുപോലെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അബി ഒരു വല്ലാത്ത നീറ്റലായി തന്റെ നെഞ്ചിനെ പൊതിഞ്ഞു പിടിക്കുന്നുവെന്ന് ഭാമ അറിഞ്ഞു. അവൾക്ക് വല്ലാത്തൊരു തളർച്ച തോന്നി. രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോന്ന പൊതിയഴിച്ച് കൈ കഴുകുമ്പോൾ ജ്യോതി കടയ്ക്കുള്ളിലെ ഇലക്ട്രോണിക് ക്ലോക്കിലേക്ക് നോക്കി. 2 കഴിയുന്നു. ഈ സമയത്താണ് അല്പ ആശ്വാസവും വിശ്രമവും. കടയിൽ വലിയ തിരക്കില്ല. 3:30 കഴിഞ്ഞാൽ വീണ്ടും തിരക്കാവും. ജ്യോതി കടയ്ക്കുള്ളിലെ കസേരകളിലേക്ക് നന്നായിട്ടൊന്ന് ചാരിയിരുന്ന് ഒരു വാരിക കയ്യിലെടുത്തു. തുടർ നോവലുകളുടെ ബാക്കിയിലേക്ക് മിഴികൾ മെല്ലെ നീങ്ങുമ്പോഴാണ് ഒരു ബൈക്ക് കടയ്ക്ക് മുമ്പിൽ വന്ന് നിന്നത്. ഇതാര് ഈ ഉച്ച സമയത്തെന്ന ഭാവത്തോടെയാണ് ജ്യോതി എഴുന്നേറ്റ് നോക്കിയത്. ആഹ്ലാദത്തിന്റെ ഒരു നേരിയ തിരതള്ള നെഞ്ചിൽ തങ്ങിയതവൾ അറിഞ്ഞു. സ്നേഹം കടലായി ഉള്ളിൽ തിരതള്ളുന്നതും. മഹേഷ് നിറഞ്ഞ ചിരിയോടെ കടന്നു വരുന്നു. അയ്യോ എന്റെ ഈശ്വര, ആരെങ്കിലും കാണുന്നുണ്ടോ? കൂടെ പഠിക്കുന്ന ശ്രീകുട്ടിയുടെ ചേട്ടൻ എന്നതിലുപരി ആ ആൾ എന്നാണ്
തന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറിക്കൂടിയത്. ഭാമേട്ടത്തി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മഹിയേട്ടൻ കാണാനെത്തി. അന്ന് യാദർച്ഛികമായി അവിടെ വന്ന മധുവേട്ടൻ തെറ്റിദ്ധരിച്ച് തന്നെയും മഹിയേട്ടനെ ഉപദ്രവിച്ചു, ആക്ഷേപിച്ചു. അത് ഹോസ്പിറ്റലിനുള്ളിൽ മറ്റുള്ളവർ കേക്കെ. അതോടെ ആ വീട്ടുകാര് പോലും തന്നെ വെറുത്തു എന്നാണ് കരുതിയത്. പക്ഷേ കോളേജിൽ നിന്ന് വരും വഴി ഒരു ദിവസം വഴിയിൽ ഒരിടത്ത് കാത്തു നിന്ന് മഹിയേട്ടൻ തന്നെ സാന്ത്വനിപ്പിച്ചു. പിന്നെ പിന്നെ ആ സാന്ത്വനം പലപ്പോഴായി തനിക്ക് ലഭിച്ചു, ശ്രീകുട്ടി പോലും അറിയാതെ. എന്നാൽ എന്നെങ്കിലും ആൾ പറഞ്ഞിട്ടുണ്ടോ തന്നോട്, നിന്നെ ഞാൻ സ്നേഹിക്കുന്ന ജ്യോതി എന്ന്? ഒരിക്കലുമില്ല. ഇപ്പോൾ ഇതെന്തിനാണാവോ ഈ കടയിലേക്ക് കയറി വരുന്നത്? ഇതാദ്യമായിട്ടാണല്ലോ. ജ്യോതി 4 വാർഡും ഒന്ന് നോക്കി. കവലയാണ്, എതിരെയും അപ്പുറത്തും ഒക്കെ കടകളുണ്ട്. സാധനം വാങ്ങാൻ എപ്പോൾ വേണമെങ്കിലും ആളുകൾ എത്താം. ജ്യോതി ഭയത്തോടെ തന്നെ മഹേഷിനെ നോക്കിയ വഴി നിന്നു. അവളുടെ കയ്യിലിരുന്ന വാരികയാണ് മഹേഷ് ആദ്യം ശ്രദ്ധിച്ചത്. ചിരിയോടെ അയാൾ പറഞ്ഞു, ഹാ, കഥകളും നോവലുകളൊക്കെ ഒന്ന് വായിക്കാൻ പഠിക്കേ, മനസ്സൊന്ന് മൃദുലമാകട്ടെ. ജ്യോതി മഹേഷിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്റെ മനസ്സപ്പോൾ കല്ല? അവൾ ചോദിച്ചുപോയി. സംശയമെന്ത്? അല്ലെങ്കിൽ പിന്നെ 3-4 വർഷമായിട്ട് എന്നോടൊരു വാക്ക് പറയാതിരിക്കുവോ? ഏത് വാക്ക്? ഐ ലവ് യു എന്ന്. മഹേഷ് ഉറക്കെ ചിരിച്ചു. ഛേ! ജ്യോതി ഊറിയ ചിരിയോടെ മുഖം തിരിച്ചുപോയി. അവളുടെ മുഖത്ത് നാണത്തിന്റെ കുഞ്ഞരി പൂക്കൾ വിരിഞ്ഞു. അതിലുപരി നേരിയ അമ്പരപ്പിൽ അവൾ ചോദിച്ചു, എന്താ ഇന്നിത്ര മാറ്റം? ഈ വരവ് തന്നെ ഒരു ഓവർ സ്വാതന്ത്ര്യവും ഒരു ലിമിറ്റില്ലാത്ത സംസാരവും. മഹിയേട്ടൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. അതെ, ആദ്യമായിട്ടാ. ധൈര്യം കിട്ടിയത് ഇന്നാണെന്ന് കൂട്ടിക്കോ. എന്ത് ധൈര്യം? ഞാനൊരു ഉദ്യോഗസ്ഥനായിരിക്കുന്നു. ഗസ്റ്റ് ലെക്ചറർ സ്ഥാനത്ത് നിന്ന് പെർമനന്റ് സ്റ്റാഫായിട്ടുള്ള നിയമനം. PSC നിയമനമാണ് കേട്ടോ. ഇന്നാൾ ഇന്റർവ്യൂവിന് പോയ? യെസ്. എന്റെ ഈശ്വര! ജ്യോതിക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. എന്റെ പ്രാർത്ഥന സർവ്വ ഈശ്വരന്മാരും കേട്ടു. കൊള്ളാം, ഇതാ നന്നായത്. മഹേഷ് പുഞ്ചിരിച്ചു. അമ്മ പറയുന്നു അമ്മയുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടതെന്ന്. ശ്രീകുട്ടി കട്ടായം പറയുന്നു അവളുടെ പ്രാർത്ഥനയാണ് കേട്ടതെന്ന്. ഇതിനിടയിൽ എന്റെ പ്രാർത്ഥന വട്ടപൂജ്യം. ജ്യോതിയുടെ മുഖത്തെ അരളിപ്പൂക്കൾ പൂർണ്ണമായും വിടർന്നു. എല്ലാരും കൂടി പ്രാർത്ഥിച്ചു കിട്ടിയ ജോലിയല്ലേ. എല്ലാവർക്കും എന്റെ അവകാശം കുറേശ്ശെ എഴുതി തരാമെന്ന് കരുതി. വിരോധമൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം പറയണം. ജ്യോതിയുടെ മുഖത്തെ അരളിപ്പൂക്കൾ പൂർണ്ണമായും വിടർന്നു. എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു കിട്ടിയ ജോലിയല്ലേ. ജ്യോതിയുടെ കണ്ണുകൾ തുളുമ്പി. അതായിരുന്നു അവളുടെ മറുപടി. എന്താ ജ്യോതി? മഹേഷിന് ഉത്കണ്ഠയായി. എന്തിനാണ് ഈ കണ്ണീർ? ഞാൻ ഈ സ്നേഹത്തിന് അർഹയാണോന്ന് ഓർത്തുപോയി. ജ്യോതി പറഞ്ഞു, അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് ഭാമേട്ടത്തെയും കൊണ്ട് ഞാൻ അവിടെ കഴിഞ്ഞപ്പോൾ മധുവേട്ടൻ അന്ന് മഹിയേട്ടനെ എത്രയേറെ അപമാനിച്ചു വിട്ടതാണ്. ഞാൻ അന്ന് എത്ര വേദനിച്ചു. അന്നേ ഈ ബന്ധം തീർന്നു എന്ന് കരുതിയതാണ്. എന്നിട്ടും എന്താണ് എന്റെ മോളു? വാത്സല്യത്തോടെ മഹേഷ് പറഞ്ഞു. അന്ന് ജ്യോതിയുടെ ഏട്ടൻ എന്നെ കഴുത്തിന് പിടിച്ചു തള്ളിയതും ചീത്ത പറഞ്ഞത് എന്ത് നന്നായിന്നോ? ജ്യോതി മുഖമുയർത്തി. സത്യത്തിൽ ജ്യോതിയോട് എനിക്കുള്ള അറ്റാച്ച്മെന്റ് ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലായത് അന്നല്ലേ? മഹേഷ് സ്വാതന്ത്ര്യത്തോടെ അവളുടെ തോളിൽ കൈവച്ചു. അവളുടെ മിഴികളിലേക്ക് കുസൃതിയോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു കാതരയായി, ഇനി ഞാൻ പോലും വിചാരിച്ചാൽ നിന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോടോ. ഒരേങ്ങൽ. സ്നേഹം നെഞ്ചിൽ തിങ്ങുന്ന വല്ലാത്തൊരു തളർച്ചയോടെ ജ്യോതി അയാളുടെ മാറിലേക്കൊന്ന് മുഖം അണച്ചു പോയി. മഹേഷിന്റെ കരങ്ങളും ഒരു നിമിഷം കൊണ്ട് അവളെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചു. എടാ! പെട്ടെന്നായിരുന്നു അത്. കടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു വന്ന അംബുജാക്ഷൻ മഹേഷിന്റെ കഴുത്തിന് പിടിച്ചു. ഒരു സ്ഫോടനം പോലെ വാതുക്കൽ നിൽക്കുന്നു ഭാമയും. അബിയുടെ ശവസംസ്കാരത്തിന് ശേഷം വരികയായിരുന്നു ഭാമയും അംബുജാക്ഷനും. അപ്പോഴാണ് അപ്രതീക്ഷിതമായ കാഴ്ച. മഹേഷിന്റെ കഴുത്തിന് പിടിച്ചിട്ട് അംബുജാക്ഷൻ വലത് കൈ ആഞ്ഞു വീശി. ചേട്ടാ! ജ്യോതി ആ കയ്യിൽ കയറി പിടിച്ചു. വിടടി! അയാൾ ജ്യോതിക്ക് നേരെ തിമിട്ടി. തല്ലല്ലേ ചേട്ടാ, തല്ലല്ലേ! ജ്യോതി യാചിച്ചു. മഹിയേട്ടൻ പാവമാണ്. അവളുടെ മുഖത്ത് സങ്കടവും യാചനയും. ഭാമ അകത്തേക്ക് കയറി. അരുതേ ചേട്ടാ, ശബ്ദമുയർത്തല്ലേ, ഭാമ പറഞ്ഞു. ഇത് മുക്കവലയാണ്. ആൾക്കാർ വന്നും പോയിരിക്കുന്നു. ആരെങ്കിലും ശബ്ദം കേട്ടെത്തിയാൽ പിന്നെ ജീവിച്ചിരിക്കണ്ട. അംബുജാക്ഷൻ കൈ താഴ്ത്തി. മഹേഷിന്റെ കഴുത്തിൽ നിന്നുള്ള പിടുത്തവും ഇട്ടു. നീ ആരാടാ? അംബുജാക്ഷൻ മഹേഷിനെ നേരിട്ടു. പട്ടാപ്പകല് കടയ്ക്കുള്ളിൽ കയറി പെണ്ണുങ്ങളെ പിടിക്കുന്നോടാ. അംബുജാക്ഷൻ പോലീസ് ഭാഷ്യത്തിലായി. മഹേഷ് പക്ഷേ ഭയന്നില്ല. ഞാൻ മഹേഷ്. പട്ടാപ്പകല് കടയ്ക്കുള്ളിൽ കയറി ഞാൻ അതിക്രമിച്ച് പിടിച്ചതൊന്നും അല്ല സാറേ. അവള് സമ്മതിച്ചിട്ട് തന്നെയാ. ജ്യോതി പോലും ഞെട്ടിപ്പോയി. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ.
ഇഷ്ടമുള്ളവരാകുമ്പോ അവസരം കിട്ടിയാൽ ഇനിയും തൊട്ടെന്നും പിടിച്ചെന്നും ഒക്കെ വരും. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ എനിക്കങ്ങ് കെട്ടിച്ചു തന്നേര്, പിന്നെ പ്രശ്നമില്ലല്ലോ. എന്താടാ പറഞ്ഞത്? അംബുജാക്ഷൻ എടുത്തു ചോദിച്ചു. ബാക്കി പറയാൻ മഹേഷ് നിന്നില്ല. പുറത്തേക്ക് ചെന്ന് ബൈക്കിൽ കയറി അവന്റെ ബൈക്ക് പറന്നു. ആരാടി അവൻ? എന്താടി അവൻ പറഞ്ഞിട്ട് പോയത്? അംബുജാക്ഷൻ ശബ്ദമുയർത്തി. ജ്യോതി ഇപ്പോൾ കരയുമെന്ന മട്ടിലായി. ഒരു കടയെ ഇട്ടിരിക്കുന്നത് കൊണ്ട് പെണ്ണിന് പുരോഗമനം ഉണ്ടായി, അംബുജാക്ഷൻ കുറ്റപ്പെടുത്തി. അങ്ങനെയൊന്നും ഉണ്ടായില്ല ചേട്ടാ, ഭാമ പറഞ്ഞു. അവൾ കാര്യം പറയട്ടെ. ഭാമ ജ്യോതിയുടെ അടുത്തെത്തി അവളെ ചേർത്ത് പിടിച്ചു. മുടിയിടയിൽ തലോടി. എന്നിട്ട് അനുനയപൂർവ്വം ചോദിച്ചു, ആരാ മോളെ അവൻ? ആ ശ്രീകുട്ടിയുടെ ബ്രദറാണോ? ജ്യോതി നിറമിഴികൾ ഉയർത്തി ഭാമയുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. എന്തിനാണവൻ നിന്റെ അടുത്ത് വന്നത്? അത് പറയ്. അംബുജാക്ഷൻ ഇടയിൽ കയറി. മഹിയേട്ടന് കോളേജ് ലെക്ചറായി ജോലി കിട്ടി, അത് പറയാൻ വന്നതാണ്. ഭാമ അംബുജാക്ഷനെ നോക്കി പുഞ്ചിരിച്ചു. ജോലി കിട്ടിയ കാര്യം ഇവളോട് പറഞ്ഞു, ബാക്കി നമ്മളോടും പറഞ്ഞില്ലേ? എന്ത്? ഇവളെ അങ്ങ് കെട്ടിച്ചു കൊടുത്തേക്കാൻ. അവൻ ഇവളെ അത്രയ്ക്ക് ഇഷ്ടാവും. അംബുജാക്ഷന്റെ മുഖം തെളിഞ്ഞു. നല്ല കൂട്ടരാണെന്നാണ് ചേട്ടാ തോന്നുന്നത്. മഹേഷിന്റെ പെങ്ങളുകുട്ടി ജ്യോതിയുടെ കൂടെയാ പഠിച്ചിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ആലോചിച്ച് നടത്താവുന്നതേ ഉള്ളൂ, ഭാമ പറഞ്ഞു. ഒരു നിമിഷം എന്തോ ഓർത്തു നിന്നിട്ട് അംബുജാക്ഷൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷെ നേരാൻ വണ്ണ ഈ വിവാഹം നടക്കുമോ എന്നേ എനിക്ക് സംശയമുള്ളൂ. അതെന്താ ചേട്ടാ? ഭാമ അമ്പരുന്നു. എല്ലാ കഥകളും ആ വീട്ടുകാർ അപ്പോഴപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അവരുടെ നോട്ടത്തിൽ മധു ഇപ്പോഴാരാ? വ്യഭിചാരി, കൊലപാതകി, ജയിൽ പുള്ളി, ഭ്രാന്തൻ. അങ്ങനെ ഒരാളുടെ സഹോദരിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആ പയ്യൻ തയ്യാറായാലും ആ വീട്ടുകാർ സമ്മതിക്കുമോ? ഏട്ടത്തി, ജ്യോതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാമയെ കെട്ടിപ്പിടിച്ചു. ഭാമയും വല്ലാതൊന്ന് വിളറിപ്പോയി. അത് കേട്ടപ്പോൾ തന്റെ ഭർത്താവ് മധുവേട്ടൻ ഒരിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, മാന്യനായിരുന്നു. ഇപ്പോഴോ വ്യഭിചാരി, കൊലപാതകി, ജയിൽ പുള്ളി, ഭ്രാന്തൻ. കൊള്ളാം. നെഞ്ചിനുള്ളിൽ ഒരു പിടി മണൽ വാരിപ്പൊത്തിയിട്ട നീറ്റൽ തോന്നി അവൾക്ക്. അംബുജാക്ഷന് യാത്ര പറഞ്ഞതോടെ കടയിലിരിക്കാൻ ഭാമയ്ക്ക് തോന്നിയതേയില്ല. ഭാമയോടൊപ്പം കടപൂട്ടി ജ്യോതി ഇറങ്ങി. പിറ്റേന്ന് മധുവിനുള്ള ആഹാരവുമായി ഭാമ ഹോസ്പിറ്റലിൽ ചെന്നു. ആഹാരം ഇപ്പോൾ അറ്റൻഡർമാരോ സെക്യൂരിറ്റി ജീവനക്കാരോ ആണ് മധുവിന് എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ ഭാമയുടെ തല തല്ലി പൊളിച്ചതുകൊണ്ട് പിന്നീട് ഭാമ മുറിയിൽ കയറാൻ അവർ സമ്മതിക്കാറില്ല. അടഞ്ഞു കിടക്കുന്ന വാതിലിനപ്പുറത്ത് നിൽക്കുന്ന മധുവിനെ ഭാമ അഴികൾക്കിടയിലൂടെ കണ്ടു. മധുവേട്ട, അവൾ വിളിച്ചു. ജ്യോതിയെക്കുറിച്ചും മഹേഷിനെ കുറിച്ചും മധുവിനോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഭാമയ്ക്ക്. പക്ഷേ മധു വിളി കേട്ടതേയില്ല, അവളെ നോക്കിയതുമില്ല. ഭാമ തിരിച്ചു വരുന്ന വഴിക്ക് മഹേഷിന്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഒരു തീരുമാനം ഇനി എടുക്കേണ്ടത് താൻ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാലും സ്ത്രീനിലയത്തിന്റെ ഗേറ്റ് കടന്ന് മഹേഷിന്റെ വീട്ടിലേക്ക് ഭാമ കയറി ചെന്നത് അത്യന്ത സങ്കോചത്തോടെയാണ്. 2 നിലയിൽ വാർത്ത മനോഹരമായൊരു വീട്. മുറ്റത്തെത്തിയപ്പോഴേ മഞ്ജുശ്രീ ഭാമയെ കണ്ടിരുന്നു. അവൾ ഓടി വന്ന് ഭാമയെ സ്വീകരിച്ചു. ഏട്ടത്തി തന്നെയാ? മഞ്ജു ഗേറ്റിങ്കിലേക്ക് നോക്കി. ജ്യോതി വന്നില്ലേ? ഇല്ല ശ്രീകുട്ടി. ഏട്ടത്തി വരൂ. മഞ്ജുശ്രീ ഭാമയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മേ, ജ്യോതിയുടെ ഏട്ടത്തി അമ്മയാ ഭാമയേട്ടത്തി, മഞ്ജുശ്രീ പറഞ്ഞു. അതെയോ? മഹേശ്വരിയും ആഹ്ലാദത്തോടെ ഭാമയെ സ്വീകരിച്ചു. ഇരിക്കൂ. എവിടെ ജ്യോതി? ജ്യോതി അറിയാതെയാണ് ഞാൻ വന്നത്, ഭാമ സങ്കോചത്തോടെ പറഞ്ഞു. ജ്യോതി അറിയാതെ? എന്താ കാര്യം? മഹേശ്വരിക്ക് ജിജ്ഞാസയായി. ശ്രീകുട്ടിയുടെ അച്ഛൻ കടയിലേക്ക് പോയി. തീരെ വയ്യ, ഷുഗറിന്റെ വിഷമം. ഇത്രയും നാളും കോളേജിലെ പണി കഴിഞ്ഞ് മിച്ച സമയത്ത് മുഴുവൻ മഹിയായിരുന്നു കടയിൽ. ഗസ്റ്റ് ലെക്ചർ അല്ലായിരുന്നോ? അടുത്ത ആയിരുന്നു താനും. അവനിപ്പോ അപ്പോയിന്റ്മെന്റ് കിട്ടിയത് കൊല്ലത്താ. അതുകൊണ്ട് ശ്രീകുട്ടിയുടെ അച്ഛൻ തന്നെ കടയിലേക്ക് പോവാ. എന്താ ഇപ്പൊ ചെയ്യാ? കട നിർത്തണോ തുടരണോ? ആറ്റുനോറ്റ് കിട്ടിയ ജോലി വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ മഹിക്ക്? കട നിർത്താന്ന് വെച്ചാ നല്ലൊരു വരുമാനം അങ്ങ് നിൽക്കും. മഹേശ്വരി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അവർ സംസാരപ്രിയയാണെന്ന് തോന്നി ഭാമയ്ക്ക്. ആകട്ടെ, ജ്യോതിയുടെ ഏട്ടത്തി എന്തേ ഇറങ്ങിയത്? ചായ എടുക്കാൻ മഞ്ജുശ്രീ ഏർപ്പാടാക്കിയിട്ട് മഹേശ്വരി ഭാമയ്ക്കരിയിലിരുന്നു. ഭാമ മടിച്ചു. പറയണോ? പറയാതിരുന്നാലും ശരിയാവില്ലല്ലോ. ഞാൻ വന്നത് ഒരത്യാവശ്യ കാര്യം പറയാനാണ്. ഭാമ കാര്യത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇവിടുത്തെ മഹേഷും ജ്യോതിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നറിയാലോ. മഹേശ്വരി ഭാമയുടെ മുഖത്തേക്കൊന്നു നോക്കി. അല്ല, മഹേഷിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അക്കാര്യത്തിൽ എന്താ അഭിപ്രായമെന്ന് അറിയാൻ വന്നതാണ് ഞാൻ. ഭാമ ശബ്ദം താഴ്ത്തി. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതന്വേഷിക്കാൻ വരാനിപ്പോൾ ഞാനല്ലാതെ മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ്. ഭാമ വിഷമിക്കണ്ട.
ഞങ്ങൾ ആ മഹേഷിനെ അങ്ങോട്ട് വിട്ടത് ആലോചിക്കാൻ. അവന് തിടുക്കവും ബഹളവും കൂടിയിട്ട് വീട്ടിൽ വരുന്നതിന് പകരം കടയിൽ കയറി. നിങ്ങൾ കൈയോടെ പിടികൂടി, ശരിയല്ലേ? അയ്യോ, അതൊക്കെ ഭാമ അമ്പരന്നു. ഒക്കെ അവനിവിടെ വന്നു പറഞ്ഞു. മഹേശ്വരി തുടർന്നു. വിവാഹം ആലോചിക്കാൻ തന്നെ വിട്ടതാണ് അവനെ. ജ്യോതിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പോരെ? എന്റെ ഈശ്വര, ഭാമയുടെ മുഖം വിടർന്നു. ജ്യോതിയും ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. ഭാമ ഓർത്തു. ഭാമ മഹേശ്വരിയുടെ കൈത്തലത്തിൽ പിടിച്ചു. എന്നിട്ട് തെല്ല് സങ്കോചത്തോടെ ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിൽ അരുതാത്തതൊക്കെ നടന്നു മധുവേട്ടൻ? അറിയാം, മഹി എല്ലാം അറിയുന്നുണ്ടായിരുന്നു. ജ്യോതി തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ അതൊന്നും കാര്യമാക്കുന്നില്ല. കാരണം അതിനൊക്കെ മുമ്പേ ഞങ്ങൾ അവളെ മരുമകളായി മനസ്സാ സ്വീകരിച്ചതല്ലേ. മാത്രമല്ല, മഹിയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. മഞ്ജുശ്രീ ചായയുമായിട്ടെത്തി. ചായ കുടിച്ചുകൊണ്ട് ഭാമ പറഞ്ഞു, ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അതിൻ്റെതായ രീതിയിൽ വേണമല്ലോ. ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇവിടെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കല്പം സാവകാശം തരണം. സാവകാശമാണ് ഒട്ടുമില്ലാത്തത്, മഹേശ്വരി പറഞ്ഞു. ഉടനെ വിവാഹം വേണമെന്ന് ശടിക്കുന്നത് തന്നെ മഹേഷിന്റെ അച്ഛനാണ്. ഭാമ നോക്കി. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, കടയിലിരിക്കാൻ തീരെ വയ്യ. ഇനി കട നോക്കേണ്ടത് മഹിയാണ് എന്ന് കരുതി കിട്ടിയ ജോലി കളയാൻ പറ്റുമോ? അത് അവന്റെ വലിയ ആഗ്രഹമായിരുന്നു. മഹിക്ക് പകരം അവന്റെ ഭാര്യ കടയിൽ മാനേജർ സ്ഥാനത്തിരുന്നാലും മതിയല്ലോ. സംശയിക്കണ്ട, കുറഞ്ഞ നാളുകൊണ്ട് ബേക്കറി കടയിലെ പുരോഗതി നേരിട്ട് അദ്ദേഹം കണ്ടറിഞ്ഞിരിക്കുന്നു. മഹിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അദ്ദേഹം തന്നെയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വിവാഹം നടത്തി തന്നാൽ മാത്രം മതി, മഹേശ്വരി പുഞ്ചിരിയോടെ പറഞ്ഞു. ഭാമ മഹേശ്വരിയുടെ കൈത്തലം കൂട്ടിപ്പിടിച്ചു. ജ്യോതിയെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പുണ്യം തന്നെയാണ്. അത്രയ്ക്ക് സ്നേഹവതിയും പാവവുമാണവൾ. മറിച്ച് ഈ വീട്ടിലേക്ക് വരാൻ കഴിയുന്നത് അവളുടെ മുൻജന്മ സുഹൃതവും. ഭാമയുടെ മിഴികൾ ഒന്നും നനവാർന്നു പോയി. വീട്ടിലെത്തിയ ഭാമ സന്തോഷത്തോടെ പറഞ്ഞു, നീ ഭാഗ്യവതിയാണ് മോളെ. ഭാമ സന്തോഷം കൊണ്ടിട്ടെന്നവണ കണ്ണുകൾ തുടച്ചു. ആ സ്നേഹവായ്പിൽ ജ്യോതിയുടെ മനസ്സ് നിറഞ്ഞു. നമുക്കിത് ഉടനെ നടത്തണം, ഭാമ കാർത്തിയോട് പറഞ്ഞു. ഇന്ന് നടത്തിയാൽ കൊള്ളാമെന്ന് ആണ് എന്റെ ആഗ്രഹം. ഇവളുടെ കാര്യം കൂടി കഴിഞ്ഞാല് എനിക്ക് സമാധാനമായിട്ട് കണ്ണടയ്ക്കുകയും ചെയ്യാം. പക്ഷെ നമ്മളിപ്പോ എന്താ ചെയ്യുക? എന്താമേ, എന്റെ മോൻ വരാതെ? കാർത്തിക്ക് സങ്കടം പെരുകി. അവനല്ലേ ഇത് നടത്തേണ്ടവൻ. മധുവേട്ടൻ എന്ന് വരുമെന്ന് നിശ്ചയിക്കാനാവില്ലമ്മേ. മഹേഷിന്റെ വീട്ടുകാർക്ക് തിടുക്കമുണ്ട്. പക്ഷേ ഞാൻ പറയാൻ ചെന്നതാണ്. വിളിച്ചിട്ട് നോക്കിയത് കൂടിയില്ല മധുവേട്ടൻ. പിന്നെ എങ്ങനെയാ പറയുന്നത്? രോഗം പുറത്തു വരാൻ കാത്താൽ താമസമുണ്ടാകും. കാരണം മധുവേട്ടനെ നമുക്ക് നേരെ ഇങ്ങ് കൊണ്ടുവരാനാവില്ലമ്മേ, ഭാമ പറഞ്ഞു. പക്ഷേ പിന്നെ സബ് ജയിലിലേക്ക് വിടും. കോടതിയാണ് പിന്നെ തീരുമാനിക്കേണ്ടത്. അതെ, ജിമ്മിയുടെ വീട്ടുകാർ കേസ് വാദിക്കുന്നത് പോലെ ഇരിക്കും മധുവേട്ടന്റെ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം. എന്റെ ഈശ്വര, കാർത്തിക്ക് തല കറങ്ങി. അതുകൊണ്ട് ജ്യോതിയുടെ കാര്യം വെച്ച് നീട്ടാതിരിക്കുന്നതാവും നല്ലത്, ഭാമ പറഞ്ഞു. ഒടുവിൽ അതാണ് നല്ലതെന്ന് കാർത്തിക്കും തോന്നി. കാർത്തി പെൺമക്കളെ 4 പേരെയും വിളിച്ചു വരുത്തി. വിവരം പറഞ്ഞു. രാജേശ്വരിയും രേവതിയും കൃഷ്ണമ്മയും സതിയും ഭർത്താക്കന്മാരെയും കൂട്ടി ശ്രീനിലയത്തിലെത്തി. മഹേഷിനെയും വീട്ടുകാരെയും കണ്ടു, സംസാരിച്ചു. എല്ലാവർക്കും പൂർണ്ണ തൃപ്തിയായി. കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം മുമ്പിലെത്തിയത്, പണം. അവരൊന്നും ചോദിച്ചില്ല. എന്നാലും അവരുടെ നിലയ്ക്ക് ചേരുന്നത്ര പൊന്നിടണം. വിവാഹ ചെലവ് നടത്തണം. ഭാമയുടെ സ്വർണത്തിലായിരുന്നു മുമ്പേ പ്രതീക്ഷ. അത് വിറ്റ പണമാണ് കടയിട്ടത്. അതിൽ തന്നെ ലോൺ വേറെയുമുണ്ട്. കാർത്തി ഒരുപാടൊന്നും ആലോചിച്ചില്ല. പെട്ടി തുറന്നു. വീടിന്റെയും പറമ്പിന്റെ ആധാരം എടുത്തു പെൺമക്കളുടെ മുമ്പിൽ വെച്ചു. ഇതേ ഉള്ളൂ ഇനി നിങ്ങളുടെ അച്ഛന്റെ വക സമ്പാദ്യത്തിൽ മിച്ചം. ഇത് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യാം. എന്നാലും സാരമില്ല, ഈ കല്യാണം നടക്കണം. കാർത്തിയുടെ മിഴികൾ തുളുമ്പിപ്പോയി. വേണ്ട. ആ ശബ്ദം ജ്യോതിയുടേതായിരുന്നു. അവൾ ആ ആധാരം തിരിച്ചെടുത്തു. കാർത്തിയുടെ കയ്യിൽ കൊടുത്തു. വീട് വിറ്റ് സ്ത്രീധനവും പൊന്നും കൊടുത്തിട്ട് എനിക്ക് കല്യാണം വേണ്ട, കടുത്ത സ്വരത്തിലാണ് അവൾ പറഞ്ഞത്. കാർത്തിയും ഭാമയും മാത്രമല്ല, ജ്യോതിയുടെ 4 ചേച്ചിമാരും അന്താളിപ്പോടെ നോക്കി. നീ എന്താടി ഈ പറയുന്നത്? രാജേശ്വരി ജ്യോതിയുടെ നേരെ തിരിഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്താ ചേച്ചി തെറ്റ്? വീടും പറമ്പും വിറ്റ് എനിക്ക് ഈ കല്യാണം വേണ്ട. പണ്ട് 5-6 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു നമുക്ക്, അച്ഛൻ സമ്പാദിച്ചത്. നിങ്ങൾ 4 പേരും വിവാഹിതരായപ്പോൾ നമ്മുടെ സ്ഥലത്തിന്റെ വിസ്തീർണം വെറും 1 ഏക്കറായി. ജ്യോതി തുടർന്നു. നമ്മുടെ ആങ്ങള പെണ്ണിനെ വെറുക്കാനുള്ള ഏക കാരണം ഇതാണ്. പെണ്ണ് സ്വത്തുക്കൾ നശിപ്പിക്കുന്ന ഒരു ജന്തുവാണെന്ന് മധുവേട്ടൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജോലി സമ്പാദിച്ച്
സ്വന്തം കാലിൽ നിൽക്കാറായിട്ട് മതി എന്റെ വിവാഹം എന്ന് ഞാൻ തീരുമാനമെടുത്തിരുന്നു. എന്റെ വിവാഹത്തിനുള്ള പണം ഞാൻ തന്നെ ഉണ്ടാക്കുമെന്നും. ജ്യോതി കരഞ്ഞുപോയി. പക്ഷേ ദൈവം അതിനൊന്നും സമ്മതിച്ചില്ല. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോ നടക്കുന്നത് പോലെ അങ്ങ് നടക്കട്ടെന്ന് രേവതി പറഞ്ഞു. എനിക്കത് സമ്മതമല്ലെന്ന് പറഞ്ഞില്ലേ? വീട് വിറ്റ് ആഭരണങ്ങൾ വിട്ട് ചെല്ലാനാണ് അവർ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ വീട്ടിലൊക്കെ എനിക്ക് പോകണ്ട. അഹമ്മദി പറയുന്നോടി, രാജേശ്വരി ശാസിച്ചു. നല്ല മനുഷ്യപ്പറ്റുള്ള ആൾക്കാര്, നല്ല പെരുമാറ്റവും സ്നേഹവും ഉള്ള തരം. നിനക്കവിടെ ചെന്നാൽ മഹാലക്ഷ്മിയെ പോലെ കഴിയാം. മഹാലക്ഷ്മി, ജ്യോതി ഒന്ന് ചുണ്ടുകൂട്ടി. വിവാഹ ചരട് കഴുത്തിൽ കയറുന്നതിന് മുമ്പ് വരെ ചെല്ലാൻ ഒരുങ്ങുന്ന പെണ്ണ് മഹാലക്ഷ്മി തന്നെയാവും ചെറുക്കം വീട്ടുകാർക്ക്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? മഹാലക്ഷ്മിയാണ് എന്ന് പറഞ്ഞ് നമ്മളും ഒന്നിനെ ഇവിടെ കൊണ്ടുവന്നു. ജ്യോതി ഭാമയുടെ നേർക്ക് വിരൽ ചൂണ്ടി. ഇവിടെ ഈ മഹാലക്ഷ്മിക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്താ? പൊന്നും പണമായിട്ട് വന്നതാ. എവിടെ അതൊക്കെ? സ്വന്തം മാതാപിതാക്കളെ കൂടി തള്ളിക്കളഞ്ഞ് ഭർത്താവിനെയും ഭർത്തൃ വീട്ടുകാരെയും സ്നേഹിച്ച ഈ മഹാലക്ഷ്മിക്ക് ഇപ്പോൾ പട്ടിണി കിടക്കാതിരിക്കാൻ രാവും പകലും ചോര നീരാക്കി അധ്വാനിക്കുകയാണ്. അറിയാലോ എല്ലാവർക്കും. ഒരാൾക്ക് ഇങ്ങനെ വന്നു എന്ന് കരുതിയിട്ടോ? കൃഷ്ണമ്മയ്ക്ക് അരിശം വന്നു. ഇതൊക്കെ അറിയാവുന്ന നീ എന്തിനാടി അവനെ പ്രേമിക്കാൻ പോയത്? ഇഷ്ടപ്പെട്ടു. അതിലപ്പുറം കിട്ടിയില്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകൂ എന്ന തോന്നലൊന്നും എനിക്കില്ല. ആ മനുഷ്യൻ നല്ലവനാണ്. ആ വീട്ടുകാരും അതും അറിയാം. കഴിയുമെങ്കിൽ അവർ എനിക്കല്പം സമയം തരട്ടെ, ജ്യോതി വിഷമത്തോടെ പറഞ്ഞു. സമയമോ? എത്രയടി? ഞാനും ഭാമേട്ടത്തെയും കൂടി ഒരു കടയിട്ടിരിക്കുകയാണ്. രാവും പകലും ഞാൻ അധ്വാനിക്കുന്നുണ്ട്. ഒരു കല്യാണ ചെലവിനുള്ള പണം അതിൽ നിന്ന് കിട്ടട്ടെ. അന്നു മതി വിവാഹം എനിക്ക്. ഉറച്ച വാക്കുകളായിരുന്നു ജ്യോതിക്ക്. ഭാമ അന്താളിപ്പോടെ അവളെ നോക്കി, അഭിനന്ദിക്കുന്നത് പോലെയും. ആര് പറഞ്ഞു ഇവൾ സ്വന്തം കാലിലല്ല നിൽക്കുന്നതെന്ന്? ഇഷ്ടപ്പെട്ടവനെ സ്വന്തമാക്കാൻ വേണ്ടി മാതാപിതാക്കളെല്ലാം വിറ്റുതൊളിച്ച് തെരുവിലിറങ്ങിയാലും തടയുകയില്ലാത്ത പെൺകുട്ടികളുള്ള ഇക്കാലത്ത് ജ്യോതി അവർക്കിടയിൽ വേറിട്ട് നിൽക്കുകയല്ലേ? എല്ലാവരെയും കൂടി പ്രതിനിധീകരിച്ച് മഹേഷിന്റെ അച്ഛൻ ഗോപിപ്പിള്ളയെ കാണാൻ അയാളുടെ കടയിൽ പോയത് അംബുജാക്ഷനാണ്. ലേശം കുടവയറുണ്ടെങ്കിലും കാഴ്ചയിൽ ആരോഗ്യവും ചുറുചുറുക്കും തോന്നിക്കും ഗോപിപ്പിള്ളയ്ക്ക്. പക്ഷേ ഷുഗറിന്റെ അസുഖം എപ്പോഴും വളരെ കൂടുതലാണ് അയാൾക്ക്. കൂടെ ഹാർട്ടിന്റെ ട്രബിളും. ഒരറ്റാക്ക് കഴിഞ്ഞതാണ്. അയാളെ കടയിൽ അയക്കാൻ മഹേശ്വരിക്ക് ഭയം. അതാണ്. അംബുജാക്ഷൻ ചുരുക്കത്തിൽ കാര്യം ഗോപിപ്പിള്ളയോട് പറഞ്ഞു. വീട് വിൽക്കാനോ പണയം വെക്കാനോ അവൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു കല്യാണം വേണ്ടെന്നാണ് അവൾ പറയുന്നത്. താമസിക്കുന്ന വീടും പറമ്പും വിൽക്കാൻ ഞങ്ങളും പറഞ്ഞില്ലല്ലോ അംബുജാക്ഷ. ഗോപിപ്പിള്ള പുഞ്ചിരിച്ചു. പറഞ്ഞില്ല. എന്നാൽ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയൊക്കെ ഇല്ലേ? മധുവിന്റെ ബുദ്ധിമോശം കൊണ്ട് ഉണ്ടായതൊക്കെ തീർന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ ഇങ്ങനെയല്ലാതെ മറ്റെന്താണൊരു വഴി? ഞങ്ങളൊക്കെ സഹായിക്കാന്ന് വെച്ചാലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഗോപിപ്പിള്ളയുടെ മുഖത്ത് നിരാശ പടർന്നു. ഉടനെ വിവാഹം തീരുമാനിച്ചത് തന്നെ എന്റെ അസുഖം പരിഗണിച്ചാണെന്ന് അറിയാലോ. ഓവ്, പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? പറ്റിയ ഒരാളെ വേറെ കണ്ടുപിടിക്കാതെ വയ്യല്ലോ. അംബുജാക്ഷൻ അത്യന്ത നിരാശയോടെ മടങ്ങി. വിവരം അറിഞ്ഞതും ഭാമയും കാർത്തിയും വിഷമിച്ചു പോയി. ഇത്ര നല്ലൊരു ബന്ധം ജ്യോതിക്ക് വേറെ ഇനി കിട്ടുമോ? ഇല്ലെന്ന് ജ്യോതിക്കും അറിയാം. എങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. രാത്രി 8:30. കട അടയ്ക്കാറായതോടെ തിരക്കുകളും കുറഞ്ഞു. അത്യാവശ്യ സാധനങ്ങളൊക്കെ പെറുക്കി അടുക്കി വെച്ച് കട പൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ജ്യോതിയും ഭാമയും. അപ്പോഴാണ് മഹേഷിന്റെ ബൈക്ക് കടയ്ക്ക് മുമ്പിൽ വന്ന് നിന്നത്. ജ്യോതി ഒന്ന് വിളറി തിരിഞ്ഞ് ഭാമയെ നോക്കി. മഹേഷ് എന്താ ഈ രാത്രിയിൽ? ഭാമ ചോദിച്ചു. അത്യന്തം ഗൗരവം നിറഞ്ഞിരുന്നു മഹേഷിന്റെ മുഖത്ത്. ഗൗരവം ഒട്ടും കുറയ്ക്കാതെ അവൻ പറഞ്ഞു. രാവും പകലും നല്ലവണ്ണം അധ്വാനിച്ച് പണം സമ്പാദിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് കാണണമെങ്കിൽ അധ്വാനം തീരുമ്പോൾ വന്നാലല്ലേ പറ്റൂ. മഹേഷ് മൂന വെക്കുന്ന മട്ടിൽ പറഞ്ഞു. ഭാമ വിഷാദത്തോടെ മന്ദഹസിച്ചു. ഇപ്പോൾ അധ്വാനം തീർന്ന സമയമായല്ലേ? ഒരു വാക്കൊന്ന് ചോദിക്കണമെന്ന് കരുതി. വിത്ത് യുവർ പെർമിഷൻ. ഭാമ വെറുതെ തലയാട്ടി. അകത്തെ ഷെൽഫിന് മറഞ്ഞ് ഉൾവലിഞ്ഞു നിൽക്കുകയായിരുന്നു ജ്യോതി. മഹേഷിനെ ഫേസ് ചെയ്യാൻ വയ്യാത്തതുപോലെ മഹേഷ് അങ്ങോട്ട് കടന്നു ചെന്നു. ഷെൽഫിന്റെ മറവിൽ നിൽക്കുന്ന ജ്യോതിക്ക് മുമ്പിൽ നിന്നു. മുഖം ഉയർത്തിയതേ ഇല്ലവൾ. സ്വന്തം കാലിൽ നിൽക്കാൻ വെമ്പുന്നവളുടെ തല ഇത്രയ്ക്കങ്ങ് താഴാൻ പാടില്ല, മഹേഷ് പറഞ്ഞു. ആ സ്വരത്തിലെ പരിഹാസം അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ മുഖം ഉയർന്നു. എന്റെ മുഖത്തേക്ക് നോക്കു ജ്യോതി, എന്നിട്ട് തുറന്നു പറയ് എന്നെ ഇഷ്ടമല്ലാന്നു. ജ്യോതിക്ക് കണ്ണുകളിൽ നനവൂറി. നെഞ്ചിനുള്ളിൽ സങ്കടം പെരുകി. അല്ലാന്ന് പറഞ്ഞു കിട്ടിയാൽ എനിക്ക് പോകാമായിരുന്നു. പറയില്ല എന്ന് ജ്യോതി തല വിലങ്ങനെയാട്ടി. അപ്പോൾ എന്നെ ഇഷ്ടമാണല്ലേ? ജ്യോതി അതേ എന്ന് തലയാട്ടി. തടസ്സം പണം മാത്രം.
ജ്യോതി മൗനം. ഞാൻ കുറെ പണം കടം തന്നാലോ? വേണ്ട, ഉടനുണ്ടായ ഉത്തരം. എങ്കിൽ പിന്നെ ചെലവില്ലാതെ വിവാഹമായാലോ? രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. വേണ്ട. അപ്പോൾ സ്വയം പണം ഉണ്ടാക്കിയേ തീരുമെന്ന വാശിയിലാണോ? ജ്യോതി മൗനം. എന്നെക്കുറിച്ച് ജ്യോതി തീരെ ചിന്തിച്ചില്ല അല്ലേ? ജ്യോതിക്ക് കണ്ണു നിറഞ്ഞു. എന്താ മിണ്ടാത്തത്? ഇപ്പോൾ തന്നെ ഈ കടയ്ക്ക് വേണ്ടി ഒരു ലോണുണ്ട്. ഇനി വീടും പറമ്പും പണയം വെച്ച് ഒരു ലോൺ കൂടി എടുത്താലോ? ജ്യോതി സങ്കടത്തോടെ പറഞ്ഞു. അത് വീട്ടാനാവാതെ വീടും പറമ്പും നഷ്ടപ്പെടുന്ന സ്ഥിതി വന്നാൽ? ജ്യോതി വിങ്ങി പൊട്ടിപ്പോയി. ഭാമേട്ടത്തെയും കുഞ്ഞുങ്ങളും അമ്മയും ഒക്കെ തെരുവിലിറങ്ങേണ്ടതായി വരില്ലേ? അവരെ തെരുവിലേക്ക് ഇറക്കിയിട്ട് ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് ശരിയാണോ മഹിയേട്ടാ? മഹേഷ് ഏതാനും നിമിഷം നിശബ്ദനായി നിന്നു. മൗനം അവർക്കിടയിൽ വല്ലാതെ കനം തൂങ്ങി നിന്നു. ഞാൻ എത്ര നാൾ കാത്തിരിക്കണം ജ്യോതി? മഹേഷ് ഒടുവിൽ ചോദിച്ചു. കാത്തിരിക്കണം എന്ന് ഞാൻ പറയില്ല മഹിയേട്ടാ. ഒരുപാടൊന്നും ആഗ്രഹിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. കണ്ണീർ തുടച്ചുകൊണ്ട് തികട്ടി വന്ന സങ്കടം ഒതുക്കി ജ്യോതി പറഞ്ഞു. സോ നമുക്ക് പരസ്പരം മറക്കാം, പിരിയാം, ഓക്കെ? പെട്ടെന്ന് മഹേഷിന്റെ സ്വരത്തിൽ ഗൗരവം കലർന്നു. ജ്യോതി ഞെട്ടിപ്പോയി. അവളുടെ മിഴികളിലെ ആന്തൽ അയാൾ കണ്ടു. അയാൾ കണ്ണുകൾ നല്ലവണ്ണം അടച്ചു. എന്നിട്ട് പറഞ്ഞു, ഗുഡ് ബൈ. പറഞ്ഞത് മഹേഷ് തിരിഞ്ഞു നടന്നു. വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങി. വല്ലാത്തൊരു നടുക്കം. ചുറ്റും ഒരു ഉരുൾപൊട്ടൽ. പാറക്കൂട്ടങ്ങളും മലവെള്ളവും കുത്തി ഒഴുകി പാഞ്ഞു വന്ന് തന്നെ പൊക്കി ഉയർത്തി വീശി എറിയുന്നു തോന്നി ജ്യോതിക്ക്. മുള ചിന്തം പോലൊരു കരച്ചിലായിരുന്നു. പിന്നെ ഭാമ ജ്യോതിയെ ചേർത്ത് പിടിച്ചു. മഹേഷ് വന്നതും പിണങ്ങിപ്പോയതും അറിഞ്ഞപ്പോൾ കാർത്തി ജ്യോതിക്ക് നേരെ തിമിട്ടി. ഇവളുടെ അഹമ്മതിയാണിത്. അവള് സ്വന്തം കാലിൽ നിൽക്കാൻ പോണു. ഹീ ഒന്ന് നിന്നേ, കാണട്ടെ. അവൾ ആകെ തളർന്നിരിക്കുകയാണമ്മേ, ഭാമ പറഞ്ഞു. അമ്മ അവളെ വീണ്ടും സങ്കടപ്പെടുത്താതെ. മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ ആട്ടി അകറ്റിയാ പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാടി? ജ്യോതിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷ് ദേഷ്യം കളഞ്ഞ് തിരിച്ചു വരും, ഭാമ പറഞ്ഞു. അഥവാ അവൻ ഇവളെ മനസ്സിലായിട്ടില്ലെങ്കിൽ അവന്റെ കൂടെ ജീവിക്കാതിരിക്കുന്നതാണ് തന്നെ നല്ലത്. നീ അല്ലെങ്കിൽ എന്നും അവളുടെ സൈഡിലേ പറയൂ. കാർത്തി കൈ ഒഴിഞ്ഞു. ഭാമ നോക്കുമ്പോൾ കണ്ണീർ തുടയ്ക്കുകയാണ് ജ്യോതി. മഹേഷ് തിരിച്ചു വരും. അത്ര പെട്ടെന്ന് തന്നെ മറക്കാനാവുമോ? ജ്യോതിയുടെ നെഞ്ചിൽ അവന്റെ മുഖം മിഴിവോടെ നിന്നു. ആ വിശ്വാസവും. 2 ദിവസം, 3 ദിവസം, ഒരാഴ്ച. ജ്യോതി കാത്തു. 1 മാസം കഴിഞ്ഞു. മഹേഷ് വന്നില്ല. ഒന്ന് ഫോൺ ചെയ്തതുപോലുമില്ല. ശ്രീനിലയത്തിലെ നമ്പർ ജ്യോതിക്കറിയാം. ഒന്ന് വിളിച്ചാലോ? പലതവണ ജ്യോതി റിസീവർ എടുത്തു. നമ്പർ ഞെക്കും, പെട്ടെന്ന് വെക്കും. ഇനി മറ്റൊരു വിവാഹത്തിന് മഹേഷ് ശ്രമിക്കുകയാണോ? നെഞ്ചുരുകുന്ന നീറ്റൽ തോന്നി ഉള്ളിൽ. എങ്കിലും ജ്യോതി അങ്ങോട്ട് വിളിച്ചില്ല. വല്ലാത്തൊരു വാശിയായിരുന്നു ജ്യോതിയുടെ ഉള്ളിൽ. ദിവസം ചെല്ലുന്തോറും ആ വാശി വളർന്നുകൊണ്ടേയിരുന്നു. പണമുണ്ടാക്കണം, ഒരുപാടുണ്ടാക്കണം. ആ ചിന്ത മാത്രം ജ്യോതിയെ ഭരിച്ചു. ഭാമിയും ഇരുവരും കൂടി കട പരിഷ്കരിക്കാൻ ഉറച്ചു. ഒരു ഫ്രിഡ്ജും മിക്സിയും കൂടി കടയിലേക്ക് വാങ്ങി. അതോടെ കൂൾ ഡ്രിങ്ക്സും ഫ്രഷ് ജ്യൂസും വിൽപ്പന തുടങ്ങി. ഐസ്ക്രീമുകളും വാങ്ങിവെച്ചു. കടുത്ത വേനലിന്റെ ആധിക്യം, സൂര്യന്റെ കത്തി ഉരുകുന്ന ചൂട്, രണ്ടും പുതിയ ബിസിനസ് വൻ വിജയമാക്കി. ലാഭം ഓരോ ദിവസവും വർദ്ധിച്ചു. പുലർനാൾ രാത്രി വരെ വിശ്രമമില്ലാതെ കടയിൽ. രാത്രിയിൽ വന്നാലോ കടയിൽ പിറ്റേന്ന് വെക്കാനുള്ള പലഹാരങ്ങൾക്കുള്ള ഒരുക്കുകൂട്ടലുകൾ. ഇരുവർക്ക് മുമ്പിലും പിമ്പിലുമായി ഉത്സാഹത്തോടെ കാർത്തിയിൽ നിന്നു. ദിവസത്തിന് 24 മണിക്കൂർ പോരാ എന്ന് കാർത്തിക പോലും തോന്നി. മധുവിന്റെ അസുഖം ഭേദപ്പെട്ടു വരികയാണ്. ഓരോ തവണയും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭാമ ഡോക്ടറെ കാണുകയും വിവരങ്ങൾ ആരായുകയും ചെയ്യുന്നുണ്ട്. 5-6 മാസങ്ങൾ നീങ്ങി. ഒത്തുപിടിച്ച അധ്വാനത്തിന്റെ ലാഭങ്ങൾ അത്രയും സമ്പാദ്യമായി ഭാമ ബാങ്കിൽ നിക്ഷേപിച്ചു. ജ്യോതി അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പതിവ് പോലെ മധുവിന് ആഹാരവുമായി ചെന്ന ഭാമയെ കണ്ടതോടെ ഡോക്ടർ പോൾ ബാബു പുഞ്ചിരിയോടെ പറഞ്ഞു, മധുവിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ഭാമേ. നൗ ഹി ഈസ് ക്വയറ്റ് നോർമൽ. ഭാമയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി. അവൾ കൈകൾ കൂപ്പി തൊഴുതു പിടിച്ചു. പക്ഷേ ഭാമയ്ക്ക് അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാവില്ല. ഞങ്ങൾ അയാളെ പോലീസിന് തന്നെ കൈമാറുകയുള്ളൂ, ഡോക്ടർ സഹതാപത്തോടെ പറഞ്ഞു. അറിയാം സർ, എന്നാലും രോഗം കുറഞ്ഞു എന്നറിഞ്ഞപ്പോൾ വലിയൊരാശ്വാസം. ഈ ഭ്രാന്താശുപത്രിയിൽ നിന്നൊരു മോചനമായല്ലോ. പോൾ ബാബു ചിരിച്ചുപോയി. അപ്പോ ഈ ഭ്രാന്താശുപത്രിയിൽ നിന്നും ഒരിക്കലും മോചനമില്ലാത്ത ഞങ്ങളോ? ഭാമയെ ഒന്ന് പുഞ്ചിരിച്ചു. അവൾ സെല്ലിനടുത്തേക്ക് ചെന്നു. പക്ഷെ എത്ര തന്നെ അവൾ വിളിച്ചിട്ടും മധു വാതുക്കലേക്ക് വന്നില്ല. നോക്കിയതുപോലുമില്ല. പകരം കട്ടിലിൽ പുറംതിരിഞ്ഞ് ഒരേ ഇരിപ്പ്. പിറ്റേ ആഴ്ച തന്നെ മധുവിനെ പോലീസിന് കൈമാറി. ഇനി കോടതിയിൽ കേസ് വിളിക്കുന്നതുവരെ സബ് ജയിലിൽ കഴിയണം. കേസിന്റെ ഗതി എന്താകുമെന്നാണ് ഭാമയുടെ ഉത്കണ്ഠ.
ജിമ്മിയുടെ നീക്കം ഏതു തരത്തിലാകൂ എന്ന് കൃത്യമായി അറിഞ്ഞു വരാമെന്ന് അംബുജാക്ഷൻ ഏറ്റിട്ടുണ്ട്. ആ ഒരു ആശ്വാസത്തിലാണ് ഭാമ. വീണ്ടും ഒരു രാത്രി കട അടയ്ക്കുന്ന സമയത്ത് മഹേഷ് കടന്നു വന്നു. ജ്യോതി മാത്രമല്ല, ഭാമയെ ഒന്ന് അമ്പരന്നു. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നതുകൊണ്ട് ഇരുവർക്കും സന്തോഷവും അവിശ്വസനീയതയും കൊണ്ട് ശബ്ദം നഷ്ടമായി. മഹേഷ് ജ്യോതിക്കായി മുമ്പിൽ വന്നു നിന്നു. പരിഭവവും പരാതിയും ദേഷ്യവും സങ്കടവും ഒക്കെ മാറി മാറി പ്രതിഫലിക്കുന്ന മുഖം. ഹോ, നിന്റെ മനസ്സ് ഇത്രയ്ക്ക് കല്ലായി പോയല്ലോ ജ്യോതി. മഹേഷ് വല്ലാതെ പരിഭവിച്ചു. ജ്യോതി അമ്പരന്നു. ഈ ബൂത്ത് എന്തിനാ? ഫോൺ എന്തിനാ? ഒരൊറ്റ തവണ വിളിക്കാമായിരുന്നില്ല നിനക്ക്? എന്നെ ഇങ്ങനെ തോൽപ്പിക്കണമായിരുന്നോ? ഇങ്ങോട്ട് എന്നെ ഒന്ന് വിളിക്കായിരുന്നല്ലോ. ജ്യോതിയും പരിഭവിച്ചു. എനിക്ക് മനസ്സില്ലായിരുന്നു. മഹേഷിന് ശുണ്ടിയായി. ഞാൻ കരുതി വേറെ കല്യാണം കഴിച്ചെന്ന്. ജ്യോതി പറഞ്ഞു. വേറെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ ആകുന്നത്ര പറഞ്ഞതാ, നിർബന്ധിച്ചതുമാണ്. പക്ഷെ എന്റെ അച്ഛനും അമ്മയും നിന്റെ ആ പുന്നാര വുഡ്ബി നാത്തൂനും ഒക്കെ ഒന്ന് സമ്മതിച്ചു തരണ്ടേ? ജ്യോതി പുഞ്ചിരിച്ചു പോയി. ചിരിക്കുന്നോ? ഒരു വീക്കങ്ങ് ചെയ്ത് ഞാൻ തരും. മഹേഷ് കൈയോങ്ങി. എനിക്ക് തരാൻ മാത്രം സ്ത്രീധനം സമ്പാദിച്ചോടി നീ. അവന്റെ സ്വരം കാതരമായി. മറുപടി പറഞ്ഞത് ഭാമയാണ്. അതിന് ഞങ്ങൾ രണ്ടാളും കൂടി 4-5 വർഷം പാടുപെട്ടാലും നടപ്പില്ല. കഷ്ടിച്ച് കഴുത്തിലിടാനും ഒക്കെ അല്പം പൊന്ന് സമ്പാദിച്ചിട്ടുണ്ട്, പേരിന് മാത്രം. അത് മതിയെങ്കിൽ മഹേഷ് ഒരു ഡേറ്റ് കുറിച്ചോളൂ. വിവാഹം ഞാൻ നടത്തിത്തരാം. ഏട്ടത്തി. ജ്യോതി അന്താളിച്ചു. ഇനിയും മഹേഷിനെ കാത്തിരുത്തിയാൽ അത് ശരിയാവില്ല മോളെ, ഭാമ പറഞ്ഞു. മഹേഷ് പുഞ്ചിരിച്ചു സമ്മതഭാവത്തിൽ. ജ്യോതിയുടെ കവിളിൽ അരളിപ്പൂവൾ വിരിഞ്ഞു. ഭാമ വീണ്ടും എല്ലാവരെയും വിളിച്ചുകൂട്ടി. കുറെ സ്വർണവും പണവും കയ്യിലുണ്ട്, പോരാത്തത് കടം വാങ്ങണം. കടം വാങ്ങിയാലും കൊടുത്തു വീട്ടാമെന്ന് ഭാമയ്ക്കിപ്പോൾ നല്ല കരളുറപ്പുണ്ട്. ജ്യോതിക്ക് പകരം താൻ നിൽക്കണം. പലഹാരങ്ങളും മറ്റും രുചിയോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തിയാൽ പ്രശ്നം പരിഹരിക്കാം. ജ്യോതിയുടെ വിവാഹം നിശ്ചയിച്ച് ഡേറ്റ് കുറിച്ചു. അടുത്ത മാസം 16-ാം തീയതി. ദിവസങ്ങൾ അടുക്കും തോറും വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ഒന്നൊന്നായി ചെയ്തു തുടങ്ങി. കുറച്ച് ആഭരണങ്ങളുണ്ട്. കുറച്ചുകൂടി വാങ്ങാൻ വേണ്ടി ഭാമയും ജ്യോതിയും പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് അംബുജാക്ഷൻ ഓടിക്കെതിച്ചു വന്നത്. മധുവിന്റെ കേസ് കോടതിയിൽ ഹിയറിങ്ങിനെടുത്തു ഭാമേ. എന്നാ ചേട്ടാ? 16-ാം തീയതി. അന്ന് ജ്യോതിയുടെ വിവാഹമല്ലേ? അതെ. ഭാമ ഒന്ന് അന്താളിച്ചു. ജിമ്മി വക്കീലിനെ വെച്ചിട്ടൊന്നുമില്ല. കേസ് നടത്താൻ താല്പര്യമില്ലത്രേ. ചികിത്സയ്ക്കും മറ്റുമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്താൽ മതിയത്രേ. അതുകൊണ്ട് മധുവിന്റെ പേരിൽ കേസൊന്നും ഉണ്ടാവില്ല. മിക്കവാറും അന്ന് തന്നെ വിടും. അയ്യോ, ഭാമ നടുങ്ങിപ്പോയി. ജ്യോതിയും. മധു തിരിച്ചു വരുന്ന ദിവസം ഭാമയുടെ അവസാനമാണെന്നാണ് അന്ന് മധു പറഞ്ഞത്. ആ ഓർമ്മയിൽ കാർത്തിയും നടുങ്ങിപ്പോയി. ഞാൻ തിരിച്ചു വരുമടി, അന്ന് നിന്റെ അവസാനമാ. മധുവിന്റെ ആക്രോശം ഭാമയുടെ ചെവിയിൽ പെരുമ്പറ നാദം പോലെ മുഴങ്ങി. മധു പറഞ്ഞാൽ പറഞ്ഞതാണ്. ദേഷ്യവും പകയും ഉള്ളിൽ വെച്ച് പെരുമാറുന്നവനാണ്. ജിമ്മിയോടുള്ള പക തീർക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി അയാളെ കൊല്ലാൻ നോക്കിയവനാണ്. ഭാമേട്ടത്തി. ഭീതിയോടെ ജ്യോതി വിളിച്ചു. എന്താണിപ്പോൾ നമ്മൾ ചെയ്യുക? ഭാമയെ അവൻ വന്നാൽ ഉടനെ കാണണ്ട, കാർത്തി പറഞ്ഞു. തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്താം. അപ്പോൾ ജ്യോതിയുടെ കല്യാണമോ? രാജേശ്വരി ചോദിച്ചു. കല്യാണം നടക്കട്ടെ, അത് മാറ്റാൻ പറ്റുമോ? കാർത്തി ചോദിച്ചു. പറ്റണം. ഭാമേട്ടത്തെ അടുത്തില്ലാതെ എന്റെ കല്യാണം നടത്തണ്ട, ജ്യോതി പറഞ്ഞു. ഞാൻ അടുത്തുണ്ടാവും ജ്യോതി, ഭാമ പറഞ്ഞു. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ വിവാഹം മുടങ്ങരുത്. അപ്പോൾ ഏട്ടത്തി? ജ്യോതിക്ക് സങ്കടം വന്നു. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. രണ്ടിലൊന്നറിയാലോ, ഇങ്ങനെ വെറുതെ ജീവിക്കുന്നതിലും ഭേദം മരണമല്ലേ. കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. ഏതായാലും എങ്ങും ഒളിച്ചാടണമെന്നും എനിക്ക് വയ്യ, ഭാമ പറഞ്ഞു. കല്യാണം ആയിക്കൊണ്ട് അവൻ വന്ന് എന്താ ഒപ്പിക്കുകയാവോ? രാജേശ്വരിക്ക് ഭയമായി. എല്ലാ മുഖങ്ങളിലും ആ ഭയം നീണ്ടു. വിവാഹം കൃത്യസമയത്ത് തന്നെ നടക്കട്ടെ, എന്നിട്ട് ജ്യോതിയെ പെട്ടെന്ന് അവരുടെ കൂടെ പറഞ്ഞു വിടാം. പിന്നെ ഇവിടെ എന്ത് നടന്നാലെന്താ? ഭാമ ചോദിച്ചു. അതൊരു ഐഡിയ ആയിട്ട് എല്ലാവർക്കും തോന്നി. കല്യാണക്കാര് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്തായാലും അത് തരണം ചെയ്യാലോ. എന്തായാലും ഭാമയുടെ ദേഹത്ത് ഒരു പൂഴി നുള്ളിയിടാൻ ഇവിടെ ആരും സമ്മതിക്കില്ല, രാജേശ്വരി പ്രഖ്യാപിച്ചു. ആരെയെങ്കിലും ഇനിയും കൊന്നിട്ടേ അവൻ അടങ്ങൂ എങ്കിൽ എന്നെ കൊല്ലട്ടെ, കാർത്തിയും പറഞ്ഞു. ഭാമ അവരുടെ മുഖത്തേക്ക് നോക്കി. നീ വിഷമിക്കണ്ട മോളെ, കാർത്തി ഭാമയെ തലോടി. വേണ്ടി വന്നാൽ എന്റെ മകനെ കൊന്നിട്ടായാലും നിന്റെ ജീവൻ ഞാൻ രക്ഷിക്കും മോളെ. അവരുടെ കണ്ണുകൾ തുളുമ്പി. ഭാമ അമ്പായിരുന്നു. നിന്നെ ഈ വീടിന് ആവശ്യമുണ്ട് മോളെ. ശിക്ഷിക്കപ്പെടാൻ മാത്രം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കാർത്തി ഹൃദയം പൊട്ടിക്കരഞ്ഞു. എല്ലാ മിഴികളും നിറഞ്ഞു. ഭാമിക്ക് നിറഞ്ഞത് മനസ്സാണ്. ഏതൊരു പെണ്ണും
ഭർത്താവിന്റെ അമ്മയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണിത്. ജ്യോതിയുടെ വിവാഹ ദിവസം അടുത്തു. ചേച്ചിമാരും ഭർത്താക്കന്മാരും കൂടി സമ്മാനിച്ചതും ജ്യോതിയും ഭാമയും കൂടി സമ്പാദിച്ചതും കടം വാങ്ങിയതും എല്ലാം കൂടി 35 പവന്റെ ആഭരണങ്ങൾ ജ്യോതിക്കുണ്ടായിരുന്നു. പണമായി മഹേഷിന്റെ വീട്ടുകാർ ഒന്നും വാങ്ങിയില്ല. അതുകൊണ്ട് വിവാഹം ഗംഭീരമായിട്ട് നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം, ഊട്ടുപുരയിൽ വെച്ച് സദ്യ. ഭാമയുടെ വീട്ടുകാരെ വിളിക്കണമെന്ന് തീരുമാനിച്ചത് ജ്യോതിയും കാർത്തിയും കൂടിയാണ്. ഇരുവരും ചെന്ന് ക്ഷണിച്ചു. ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ മകളെ നിങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. പിന്നീട് എന്തൊക്കെ അവിടെ സംഭവിച്ചു എന്നൊന്നറിയാൻ പോലും നിങ്ങൾ അച്ഛനും അമ്മയും അങ്ങോട്ട് എത്തിയില്ല. എങ്കിലും ഭാമയോ ഞങ്ങളോ നിങ്ങളെ തള്ളിക്കളഞ്ഞില്ലല്ലോ. അതുകൊണ്ട് കല്യാണത്തിന് ക്ഷണിക്കുന്നു. നിർബന്ധമായും വരണം. ഭാമയുടെ എല്ലാ വിഷമതകളും കഷ്ടപ്പാടുകളും അവർ രണ്ടാളും അറിയുന്നുണ്ടായിരുന്നു. തള്ളിപ്പറഞ്ഞുവെങ്കിലും തള്ളിക്കളയാനാവില്ലല്ലോ. ഭാസ്കരൻ മാഷും സരോജു വിവാഹ തലേന്ന് തന്നെ എത്തി. ജ്യോതിക്ക് 2 പവന്റെ വള സമ്മാനമായി നൽകുകയും ചെയ്തു. മോളെ, നീ അന്ന് എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷെ നിന്റെ അമ്മായിയമ്മ അവിടെ വന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നീയായിരുന്നു ശരിയെന്ന്. ഭാസ്കരൻ മാഷ് ഭാമയുടെ അരികിൽ ചെന്ന് അവളെ തലോടി. ഒരു ജീവിതം വെറുതെ കിട്ടുകയില്ല മോളെ, അത് സ്നേഹപൂർവ്വം പിടിച്ചു വാങ്ങണം, സരോജം പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് ഒരുപാട് സ്നേഹിക്കുമ്പോൾ തീർച്ച നമുക്ക് ഇത്തിരിയെങ്കിലും കിട്ടും. ഭാമ പുഞ്ചിരിയോടെ എല്ലാം സമ്മതിച്ചു. സ്നേഹം കിട്ടുന്നുണ്ടമ്മേ, ഉള്ളിൽ അവൾ വേദനയോടെ ഓർത്തു. പക്ഷേ ജീവിതം കിട്ടിയില്ല. അത് തരാനുള്ളവർ കയ്യിൽ കത്തിയായിട്ടാവും വരിക. പക്ഷേ ഭാമ അതവരോട് തുറന്നു പറഞ്ഞില്ല. വിവാഹ ദിവസം പുലർന്നു. ജ്യോതി അണിയിച്ചൊരുക്കി ക്ഷേത്രത്തിലേക്ക് തിരിക്കുമ്പോൾ അംബുജാക്ഷൻ പറഞ്ഞു, നിങ്ങൾ ചെന്ന് വിവാഹം നടത്തുക, ഞാൻ കോടതിയിലേക്കാണ്. ഞാനിവിടെ വന്നാലോ ചേട്ടാ? ഭാമ ചോദിച്ചു. വേണ്ട, അംബുജാക്ഷൻ തടഞ്ഞു. ഇവിടെ വിവാഹ സമയത്ത് ഭാമ ഉണ്ടാകണം. എങ്കിൽ വിവാഹം കഴിഞ്ഞു പോയാൽ പോരെ? കൃഷ്ണമ്മ ചോദിച്ചു. പറ്റില്ലടി, മധുവും ജിമ്മിയുമായുള്ള ഒത്തുതീർപ്പും നഷ്ടപരിഹാര വ്യവസ്ഥയും കോടതിക്ക് വെളിയിൽ വെച്ചാണ്. അതിനുശേഷമാണ് ഹിയറിംഗ്. എങ്ങനെയാവും ചേട്ടാ കാര്യങ്ങൾ? ഭാമയ്ക്ക് ഉത്കണ്ഠയായി. ജിമ്മിയുടെ തലക്കടിക്കുമ്പോൾ മധു നോർമൽ ആയിരുന്നില്ല എന്ന റിപ്പോർട്ട് സ്ട്രോങ് ആണ്. അതുകൊണ്ട് ശിക്ഷിക്കാൻ ന്യായമില്ല. പക്ഷേ ജിമ്മി എത്രയാവും ഒത്തുതീർപ്പ് വ്യവസ്ഥയെ നഷ്ടപരിഹാരം ചോദിക്കുകയെന്നറിയില്ല. എത്രയും ചോദിക്കട്ടെ, ഭാമ പറഞ്ഞു. നമുക്കത് കൊടുക്കാം. പണത്തേക്കാൾ സ്വത്തിനേക്കാൾ വലുതാണല്ലോ ആള്. അംബുജാക്ഷൻ കോടതിയിലേക്ക് പോയി. നീനുവിനെ ഭംഗിയാർന്നൊരു ഫ്രോക്ക് ഇടിവിച്ചു ഭാമ. അനുവിനെ ഒരുക്കി തന്റെ കൂട്ടത്തിൽ നടത്തി. ഭാമയും കൂട്ടരും ക്ഷേത്രത്തിലെത്തി. മഹേഷും കൂട്ടരും വന്നപ്പോൾ സ്വീകരിക്കാനും മണ്ഡപത്തിലെടുത്താനും ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോഴും നെഞ്ചെരിയുകയായിരുന്നു ഭാമയ്ക്ക്. മധുവേട്ടൻ ചെയ്യേണ്ടുന്ന കടമയാണിത്. മഹേഷ് ജ്യോതിയുടെ കഴുത്തിൽ താലി ചാർത്തിയതോടെ ഭാമ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കാർത്തിയും. എങ്കിലും ഇരുവരും നെഞ്ചുപിടച്ചിലോടെ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിക്കലേക്ക് ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. മധു വരുന്നുണ്ടോ? എന്താവും അയാളുടെ ഉന്നം? വിവാഹം കഴിഞ്ഞു, ഊണും കഴിഞ്ഞു. ഇനി പെണ്ണും ചെറുക്കനെ യാത്ര പറഞ്ഞിറക്കട്ടെ, കാർത്തി പറഞ്ഞു. അതെ, അവർ വേഗം ഇറങ്ങട്ടെ, ഭാമയും പറഞ്ഞു. നിലവിളക്ക് കൊളുത്തിയേക്കാം. വേണ്ട, ജ്യോതി പറഞ്ഞു. വേണ്ടേ? കാർത്തി ജ്യോതിയെ നോക്കി. മധുവേട്ടൻ വരട്ടെ, എന്നിട്ട് പോയാൽ മതി, ജ്യോതി പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കുന്നത്? കാർത്തി അരിശപ്പെട്ടു. ഇത്രയും നാളത്തത് പോലെയല്ല. കഴുത്തിൽ താലി കയറിയ പിന്നെ അവര് പറയുന്നത് പോലെ കാര്യങ്ങൾ. പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ലമ്മേ. ജ്യോതി കരയാൻ തുടങ്ങി. ഏട്ടൻ വന്നിട്ട് എന്താ ചെയ്യാന്ന് എനിക്ക് പേടിയാ. ഭാമേട്ടത്തെ വല്ലതും ചെയ്യാൻ വന്നാലോ? ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ ഉള്ളത്. ഒന്നും സംഭവിക്കില്ലടി, കൃഷ്ണമ്മ പറഞ്ഞു. ഒന്നും സംഭവിക്കില്ല ജ്യോതി. ഭാമയുടെ സ്വരം വിറയാർന്നു. നീ പൊയ്ക്കോ, സമാധാനമായിട്ട് തന്നെ. എന്താണ് ഇവിടെ പ്രശ്നം? ജ്യോതിയുടെ കരച്ചിൽ ശ്രദ്ധിച്ച മഹേശ്വരി വിവരങ്ങൾ അന്വേഷിച്ചു. രാജേശ്വരി അവരോട് വിവരങ്ങൾ പറഞ്ഞു. മഹേശ്വരി മഹേഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പ്രശ്നം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പോയാൽ നമുക്ക് സമാധാനം കിട്ടില്ല. ജ്യോതിക്കും അതുണ്ടാവില്ല, മഹേഷ് പറഞ്ഞു. നമുക്കും അല്പസമയം വെയിറ്റ് ചെയ്യാമേ, മഹേശ്വരി വിവരം ഗോപിപ്പിള്ളയോട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ക്ഷേത്ര പരിസരത്ത് കാത്തുനിന്നു മധുവിന്റെ വരവിനായി. ഒടുവിൽ ഒരു പോലീസ് ജീപ്പ് ക്ഷേത്രത്തിന്റെ ഗേറ്റ് കടന്നു വന്നു. എല്ലാ കണ്ണുകളും അത്യാകാംക്ഷയോടെ അതിലേക്ക് നീണ്ടു. പക്ഷേ ജീപ്പിൽ നിന്നിറങ്ങിയത് അംബുജാക്ഷൻ മാത്രം. മധുവേട്ടൻ എവിടെ? ഭാമ അത്യുത്കണ്ഠയോടെ അംബുജാക്ഷന്റെ അടുത്തേക്ക് വന്നു. മധുവേട്ടൻ എന്താ വരാഞ്ഞത്? വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട് ശിക്ഷിച്ചോ? ശിക്ഷിച്ചില്ല. നോർമൽ അല്ലാത്ത സ്ഥിതിയിൽ ചെയ്ത തെറ്റ് എന്ന നിലയിൽ വെറുതെ വിട്ടു. 50,000 രൂപ കേസ് ഒത്തുതീർപ്പിന് ജിമ്മിക്ക് കൊടുത്താൽ മതി. വെറുതെ വിട്ടിട്ട് മധുവേട്ടൻ എന്താ വരാത്തത്? അവൻ വന്നു, ഇങ്ങോട്ടല്ല, ചെറിയിടത്തേക്ക്. കാർത്തി മുമ്പോട്ട് വന്നു.
ഞങ്ങളെല്ലാരും ഇവിടെ ആണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ജ്യോതിയുടെ വിവാഹമാണ് ഇന്ന് എന്ന് നേരത്തെ അറിഞ്ഞതല്ലേ? നിങ്ങളിവിടെ കാത്തു നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു, അംബുജാക്ഷൻ പറഞ്ഞു. പക്ഷേ ഒരക്ഷരം അവൻ മറുപടി പറഞ്ഞില്ല. എന്റെ കൂടെ വന്നതുമില്ല. എന്തിനാണ് അവൻ വീട്ടിലേക്ക് പോയത്? രേവതി ഉത്കണ്ഠപ്പെട്ടു. എന്താണ് അവന്റെ ഉന്നം? ഭാമ നീനുവിനെ മുറുകെ പിടിച്ചു. അനുവിന്റെ വിരൽ തുമ്പിലും പിടിച്ചു മുന്നോട്ട് നടന്നു. നീ എവിടെ പോകുന്നു ഭാമേ? എല്ലാവരും അവളെ വളഞ്ഞു. അങ്ങോട്ട് പോയത് എന്നെ തേടിയാവും. ഞാൻ തന്നെ ചെന്നേക്കാം. ഭാമയുടെ ഉറച്ച സ്വരം. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങൾ എല്ലാരും വരുന്നു. ഭാമയോടൊപ്പം കാർത്തിയും കൃഷ്ണമ്മയും സതിയും ഒക്കെ ഇറങ്ങി. ജ്യോതി ദീനതയോടെ മഹേഷിനെ നോക്കി. ജ്യോതിക്ക് പോകണോ? മഹേഷ് ചോദിച്ചു. മറുപടി പറഞ്ഞില്ലെങ്കിലും പോകണമെന്നാണ് അവളുടെ മനസ്സിലെന്ന് മഹേഷിന് മനസ്സിലായി. വിവാഹം കഴിഞ്ഞാൽ വധു ആദ്യം കയറേണ്ടത് വരന്റെ വീട്ടിലേക്കാണടാ, മഹേശ്വരി പറഞ്ഞു. പക്ഷേ നമ്മൾ ഇത്രയും കാത്ത സ്ഥിതിക്ക്, മാത്രമല്ല നമ്മൾ ഇതിൽ ഇടപെട്ടുപോയ സ്ഥിതിക്ക് എന്താണെന്നറിയാതെ മടങ്ങുന്നത് എങ്ങനെയാണമ്മേ? മഹേഷ് ചോദിച്ചു. വീട്ടിൽ നിന്ന് ഹാളിലേക്ക് പോകുന്നതിനും വരുന്നതിനും മറ്റുമായി ബുക്ക് ചെയ്തിരുന്ന ഒരു കാറും ജീപ്പും ഉണ്ട്. അതിലേക്ക് എല്ലാവരും കയറി. ജ്യോതിയെയും കൊണ്ട് മഹേഷ് താൻ വന്ന കാറിൽ തന്നെ കയറി. ചെറിയിടത്ത് മുറ്റത്ത് കാറുകളും ജീപ്പും നിന്നു. ഭാമ ഡോർ തുറന്നു. അവൾ കുട്ടികളെ രണ്ടുപേരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഭാമേ, കുഞ്ഞുങ്ങളെ കാറിൽ നിന്ന് ഇറക്കണ്ട, കൃഷ്ണമ്മ പറഞ്ഞു. ഇല്ല ചേച്ചി, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ഈ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഞാൻ പോവില്ല. ഭാമ കുട്ടികളെയും കൊണ്ടിറങ്ങി. ഒപ്പം കാർത്തിയും മറ്റുള്ളവരും. പൂട്ടിക്കിടക്കുന്ന വീടിന്റെ ഉമ്മറത്ത് ഉലാത്തുകയായിരുന്നു മധു. കാർ വന്നു നിൽക്കുന്നതും ഭാമയും കുട്ടികളും മറ്റുള്ളവരും ഇറങ്ങുന്നതും മധു കണ്ടു. അയാൾ നിന്നു. മെല്ലെ മുറ്റത്തേക്കിറങ്ങി. അയാളുടെ മിഴികൾ ഭാമയിൽ തങ്ങി നിന്നു. ഭാമ കുട്ടികളെയും കൊണ്ട് മധുവിന്റെ മുമ്പിൽ മെല്ലെ വന്നു നിന്നു. അവളുടെ കണ്ണുകൾ ചുവക്കുകയും തുളുമ്പുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ ധൈര്യം കൈവിട്ടിരുന്നില്ല. മധു ഭാമയുടെ മിഴികളിലേക്ക് നോക്കി. അയാളുടെ മിഴികളും ചുവക്കുകയും നനയുകയും ഉണ്ടായിരുന്നു. അവർക്കു ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. ഭാമേ, ചിലമ്പിച്ചിരുന്നു മധുവിന്റെ സ്വരം. അതിലുപരി അമർത്തി അമർത്തി വെച്ച ഒരുപാട് സ്നേഹം ആ വിളിയിലുണ്ടായിരുന്നു. ആ സ്നേഹം തിരിച്ചറിഞ്ഞ ഭാമ അമ്പരന്നു. എന്നോട് നീ ക്ഷമിക്കണം ഭാമേ. മധു അവളുടെ കയ്യിൽ പിടിച്ചു. നിന്നെ മനസ്സിലാക്കാൻ ഡോക്ടറും ജയറാം സാറും അംബുജാക്ഷൻ അളിയനും ഒക്കെ വിശദീകരിച്ച് പറഞ്ഞു തരേണ്ടി വന്നു. എന്റെ വിവരക്കേട് നീ പൊറുക്കൂ ഭാമേ. ഒരക്ഷരം പോലും ശബ്ദിക്കാനാവാതെ നിൽക്കുന്ന ഭാമയുടെ മിഴികളിൽ നിന്നും കണ്ണീർ മാത്രം തൂകി. മക്കളെ, മധു ഭാമയുടെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരുന്ന നീനുവിനെയും അനുവിനെയും വാരിയെടുത്ത് തുരുതുരെ ഉമ്മ വെച്ചു. എന്റെ പൊന്നുമക്കളെ. ആദ്യമായി ആ 2 പെൺമക്കൾക്ക് അച്ഛന്റെ മുത്തം, സ്നേഹം. ഭാമയ്ക്ക് ഹൃദയം ആഹ്ലാദം കൊണ്ട് പൊട്ടിപ്പോകുമെന്ന് തോന്നി. മക്കളെ ഉമ്മകൾ കൊണ്ട് മൂടുന്ന മധുവിനെ ഭാമ ആദ്യമായി കാണുകയായിരുന്നു. അയാൾക്ക് ഭംഗി ഒരുപാട് ഇരട്ടിച്ചിരിക്കുന്നു എന്നവൾക്ക് തോന്നി. പരിസരം മറന്നവൾ നിന്നു. പരിസരം മറന്നുപോയിരുന്നു മധു. മക്കളോടൊപ്പം അയാൾ ഭാമയും ചേർത്ത് പിടിച്ചു. എന്നിട്ട് മെല്ലെ ഉമ്മറത്തേക്ക് കയറി. അളിയോ, അമ്പരന്ന് നിൽക്കുമായിരുന്ന അംബുജാക്ഷൻ പെട്ടെന്ന് വിളിച്ചു. മധുവും ഭാമയും ഞെട്ടി നിന്നു. ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ ഉണ്ടേ. ഭാമ പെട്ടെന്ന് മധുവിന്റെ കൈവലയത്തിൽ നിന്ന് മാറി നിന്നു. മുറ്റത്ത് നിന്നിരുന്ന എല്ലാ മുഖങ്ങളിലും ചിരിയും സന്തോഷവും പടർന്നു. അവർക്കിടയിൽ നിന്നും മെല്ലെ മുമ്പോട്ട് വന്ന് ജ്യോതി, ഒപ്പം മഹേഷും. ഇരുവരും വിവാഹവേഷത്തിൽ മധുവിന്റെ കാൽക്കൽ നമസ്കരിച്ചു. ഏട്ടാ, ഞങ്ങളെ അനുഗ്രഹിക്കണം. മധു മക്കളെ കയ്യിൽ നിന്ന് വിടാതെ തന്നെ ജ്യോതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മഹേഷിനെ. ഏട്ടൻ ക്ഷേത്രത്തിലേക്ക് വരാഞ്ഞത് മോൾക്ക് അത് അപമാനമായാലൊന്ന് ഭയന്ന. അയ്യോ ഏട്ടാ, ജ്യോതി തേങ്ങി. ഞങ്ങളെല്ലാം അറിഞ്ഞിരുന്നതല്ലേ, പിന്നെന്താ അപമാനം? മഹേഷ് ചോദിച്ചു. മധു ജ്യോതിയുടെ കയ്യിൽ പിടിച്ച് മഹേഷിന്റെ കൈത്തലത്തിൽ വെച്ചു കൊടുത്തു. ഞാൻ ചെയ്യേണ്ടുന്ന കർമ്മം സ്വയം ഏറ്റെടുത്തവളാണ് എന്റെ പെങ്ങൾ. മുമ്പിൽ എന്റെ ഭാര്യയും. പെണ്ണുങ്ങളോട് എനിക്ക് പുച്ഛമായിരുന്നു, ഭാര്യയോട് പോലും. അതെന്നെ എവിടെ കൊണ്ടെത്തിച്ചു എന്ന് ഞാൻ നല്ലവണ്ണം അറിയുന്നു. എന്റെ പെങ്ങളെ ഒരു നിധി പോലെ കരുതണമെന്ന് പറയാനേ ഇപ്പോൾ എനിക്ക് കഴിയുന്നുള്ളൂ. എനിക്കതറിയാം, മഹേഷ് പറഞ്ഞു. എന്റെ പൊന്നുമോനെ. കാർത്തി മധുവിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്റെ മോനെ, എന്തു ഭയന്നാണ് ഞങ്ങൾ വന്നതെന്നോ. എന്താ അമ്മേ, നീ എന്ന് പറഞ്ഞേച്ചു പോയതെന്താ? വരുമ്പോൾ ഭാമയെ കൊല്ലുമെന്നല്ലേ? കൊല്ലാൻ പോവുക, മധു പറഞ്ഞു. സ്നേഹിച്ച്. സരോജത്തിന്റെയും ഭാസ്കരൻ മാഷിന്റെയും മുഖം തെളിഞ്ഞു. രാജേശ്വരിയും രേവതിയും കൃഷ്ണമ്മയും സതിയും ആഹ്ലാദത്തോടെ നിന്നു. എല്ലാവരും കൂടി മഹേഷിനെയും ജ്യോതിയെയും യാത്രയാക്കി. മധുവിന്റെ കയ്യിൽ അപ്പോഴും നീനുവും അനുവും ഉണ്ടായിരുന്നു. അയാൾ വീണ്ടും ഉമ്മറത്തേക്ക് കയറി. ഒപ്പം ഭാമയും. താൻ വിജയിച്ചു എന്ന് ഭാമയ്ക്ക് തോന്നി.
സ്വയം ബോധ്യപ്പെട്ട മട്ടിൽ അവൾ ഒന്ന് പുഞ്ചിരിച്ചു. ഏട്ടത്തി എന്ന നോവൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്